ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കഴിഞ്ഞ സെഷനുകളിലായിട്ട് നമ്മൾ പ്രവചന പുസ്തകങ്ങളെ പറ്റിയാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ആദ്യമായിട്ട് നമ്മൾ നോക്കിയത് വെളിപാട് പുസ്തകത്തിന്റെ പഠനം ആവശ്യമോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മൾ പഠിച്ചത്. അത് കഴിഞ്ഞ് രണ്ടാമത്തെ സെഷനിൽ എന്താണ് ഉൽപ്രാവണം, അതായത് യേശുക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവിന് മുൻപ് സഭയെ നീക്കം ചെയ്യും. അതായത് യേശുക്രിസ്തുവിന് വേണ്ടി നോക്കി പാർത്തിരുന്ന വിശുദ്ധന്മാരെ ഇവിടെ നിന്ന് യേശുക്രിസ്തുവും ദൂതന്മാരും വന്ന് മധ്യാകാശത്തിൽ വന്ന് സഭ ഇവിടുന്ന് നീക്കം ചെയ്തതിനെയാണ് ഉൽപ്രാവണം എന്ന് നമ്മൾ കണ്ടു. അതിനുശേഷം 7 വർഷമെങ്കിലും, കുറഞ്ഞത് 7 വർഷമെങ്കിലും ഈ ലോകത്ത് ദൈവത്തിന്റെ കലർപ്പില്ലാത്ത ക്രോധം വരികയും യഹൂദന് വേണ്ടി യേശുക്രിസ്തു രണ്ടാമത് കാത്തിരിക്കുന്ന യഹൂദന്റെ രക്ഷയ്ക്ക് വേണ്ടി വരികയും യഹൂദൻ യേശുക്രിസ്തുവിനെ അക്നോളജ് ചെയ്യുകയും ഒലിവുമലയിൽ വന്ന് ചുറ്റുമുള്ള ജാതികളുമായിട്ട് യുദ്ധം ചെയ്ത് യഹൂദന്റെ ഒരു ശേഷിപ്പിനെ രക്ഷിക്കുന്നതുമൊക്കെ നമ്മൾ പഠിച്ചു. ഈ പ്രാവശ്യം നിങ്ങളുമായിട്ട് പങ്കുവെക്കണമെന്ന് ഉദ്ദേശിക്കുന്ന ഭാഗം റാപ്ചർ തന്നെ, അതായത് ഉൽപ്രാവണത്തിന്റെ തന്നെ. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഉൽപ്രാവണം തെറ്റാണെന്നും ഉൽപ്രാവണം നോൺ ബിബ്ലിക്കൽ ആണെന്നും അതുപോലെ തന്നെ ഉൽപ്രാവണം ബിബ്ലിക്കൽ ആണെന്ന് അവകാശപ്പെടുന്നവർ തന്നെ ഇതിന് ചില ഡേറ്റുകൾ കൊടുക്കുകയും ഇന്ന സമയത്ത് നിന്ന് നടക്കണമെന്ന് പറയുന്നവരുണ്ട്. അതായത് നമ്മൾ പഠിച്ചത് പ്രീ ട്രിബുലേഷൻ റാപ്ചറിനെ പറ്റിയാണ്. പ്രീ ട്രിബുലേഷൻ റാപ്ചർ എന്ന് പറയുന്നത് യേശുക്രിസ്തു പറഞ്ഞു ഇതിന് നാളും നാഴികയും പിതാവല്ലാതെ ആരും അറിയുന്നില്ലെന്ന് പറഞ്ഞു. ചില കൂട്ടർ പറയുന്നു ഇതല്ല, 7 വർഷത്തിന്റെ മധ്യത്തിൽ മഹോദരകാലം തുടങ്ങുന്ന മധ്യത്തിൽ സഭയെ മാറ്റപ്പെടുത്തുന്നു ഒരു കൂട്ടർ അവകാശപ്പെടുന്നു. ഒരു കൂട്ടർ പറയുന്നു ഇതൊന്നുമല്ല, യേശുക്രിസ്തു രണ്ടാമത്തെ വരവ്, അതായത് ഒലിവുമലയിൽ വരുന്ന അന്ന് തന്നെ റാപ്ചറും സംഭവിക്കുന്നു. അത് പോസ്റ്റ് ട്രിബുലേഷൻ, അതായത് ട്രിബുലേഷന് ശേഷം റാപ്ചർ സംഭവിക്കുന്നു. ഈ 3 പഠിപ്പീരുകളുണ്ട്. ഇതിനകത്ത് പ്രീ ട്രിബുലേഷൻ റാപ്ചർ എന്നുള്ളതാണ് ആദ്യകാലം മുതൽ തന്നെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അതിന് അന്ത്യകാലം അടുക്കുന്തോറും തെറ്റായ പഠിപ്പീരുകൾ ഇതിനകത്ത് കടന്നുകൂടുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഈ മിഡ് ട്രിബുലേഷൻ റാപ്ചറും പോസ്റ്റ് ട്രിബുലേഷൻ റാപ്ചറും അത് വളരെ തെറ്റായ പഠിപ്പീര് എന്തുകൊണ്ടാണെന്നും ബൈബിൾ എന്താണ് റാപ്ചറിനെ പറ്റി പറയുന്നതെന്നും ഈ പ്രാവശ്യം കൂടുതൽ. ഈ വീഡിയോ കാണുന്നവർ തീർച്ചയായിട്ടും ഇതിനു മുൻപുള്ള 2 വീഡിയോകൾ കണ്ടിരിക്കണം. എന്തുകൊണ്ടാണ് പ്രീ ട്രിബുലേഷൻ റാപ്ചർ? നമ്മൾ ട്രിബുലേഷൻ എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ്സുകളായിട്ട് നമ്മൾ മനസ്സിലാക്കി. ട്രിബുലേഷൻ എന്ന് പറയുന്നത് ദൈവത്തിന്റെ കലർപ്പില്ലാത്ത ക്രോധം ഈ ഭൂമിയിൽ അയക്കുന്നതാണ് ട്രിബുലേഷൻ നമ്മൾ കണ്ടു. അതിൽ തന്നെ അതിന്റെ സെക്കൻഡ് ഹാഫ് 3.5 വർഷം തികയുമ്പോൾ അന്തിക്രിസ്തു യെരുശലേം ദേവാലയത്തിലിരുന്ന് ദൈവമെന്ന് സ്വയം പ്രഖ്യാപിച്ച് പിന്നീട് യഹൂദന്മാരെയും ചുറ്റുമുള്ള ജാതികളെയും ക്രിസ്ത്യാനികൾക്കും അതിഭയങ്കരമായ പീഡയാണ്. യേശുക്രിസ്തുവിന്റെ തന്നെ ലാംഗ്വേജിൽ അത് പറഞ്ഞാൽ മത്തായിയുടെ സുവിശേഷം 21 പറഞ്ഞിരിക്കുന്നു, ലോകാരംഭം മുതൽ ഇന്ന് വരെയും സംഭവിച്ചിട്ടില്ലാത്തതും ഇനിമേലും സംഭവിക്കാത്തതുമായ വലിയ കഷ്ടം അന്നുണ്ടാകും. അതാണ് സെക്കൻഡ് ഹാഫ്, അതായത് ഗ്രേറ്റ് ട്രിബുലേഷൻ അല്ലെങ്കിൽ മഹോദ്രവകാലം എന്ന് പറയപ്പെടുന്നത്. എന്തുകൊണ്ടാണ് അതിനു മുൻപേ തന്നെ സഭ ഇവിടുന്ന് മാറിപ്പോകണമെന്ന് ബൈബിള് പറയുന്നതെന്ന് നമുക്ക് ഓരോ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് നമുക്ക് നോക്കാൻ താല്പര്യപ്പെടുന്നു. ആദ്യമായിട്ട് തന്നെ അക്രോസ് ബൈബിളിൽ അനേക സ്ഥലങ്ങളിൽ ദൈവം ക്രോധം അയച്ച് പല ആൾക്കാരെ നശിപ്പിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷെ അവിടെ എങ്ങും തന്നെ നീതിമാനെയും ദുഷ്ടനെയും കൂടെ ഒന്നിച്ച് വിധിച്ചതായിട്ടും അവരെ സംഹരിച്ചു കളഞ്ഞതായിട്ടും യാതൊരു ബൈബിളിൽ എക്സാമ്പിളുകൾ നമുക്ക് കാണിക്കാൻ സാധിക്കില്ല. നമുക്ക് സോദോം ഗോമോറയുടെ തന്നെ കാര്യം അറിയാം. സോദോം ഗോമോറയിലോട്ട് ദൈവം തീ ഇറങ്ങി സോദോം ഗോമോറ നശിപ്പിക്കുന്നതിന് മുൻപേ തന്നെ ലോത്തിനെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെ അവിടുന്ന് മാറ്റിയതായിട്ട് നമുക്കറിയാം. അതുപോലെ നോഹയുടെ കാലത്ത് ജലപ്രളയം ഉണ്ടാകുമ്പോൾ നീതിമാനായ നോഹ പെട്ടകത്തിൽ അദ്ദേഹത്തിന്റെ ഫാമിലിയുടെ കൂടെ പെട്ടകത്തിൽ രക്ഷിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അതുപോലെ കഴിഞ്ഞ പ്രാവശ്യത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് യെരുശലേമിൽ AD 70 യെരുശലേം ഡിസ്ട്രക്ഷന് മുൻപ് യേശുക്രിസ്തുവിന്റെ വചനത്തിൽ വിശ്വസിച്ച ആൾക്കാരൊക്കെ പെല്ല എന്നൊരു സ്ഥലത്ത് പോയി അവിടെ രക്ഷ പ്രാപിച്ചത് നമ്മൾ കണ്ടു. അതുപോലെ തന്നെ ഈജിപ്തില് നമുക്കറിയാം 10 ബാധകൾ അയച്ചപ്പോൾ ഈജിപ്തില് ഒന്നും തന്നെ യഹൂദന് ബാധിച്ചില്ല, എല്ലാത്തിൽ നിന്നും വിടുതലായിരുന്നു. അപ്പോൾ ദൈവത്തിന്റെ ബൈബിളിലെ യാതൊരുവിധ എക്സാമ്പിളുകളിലും ദൈവം റൈച്ചസ് ആയിട്ടുള്ള ആൾക്കാരെയും വിക്കഡ് ആയിട്ടുള്ള ആൾക്കാരെയും ഒന്നിച്ച് പണിഷ് ചെയ്തതായിട്ട് നമുക്ക് ബൈബിളിൽ എങ്ങും തന്നെ കാണാൻ പറ്റുകയുള്ളൂ എന്നുള്ളതാണ് ഇതിന്റെ ഒന്നാമത്തെ ഇത്. അതുകൂടാതെ തന്നെ നമ്മൾ അന്നത്തെ കഴിഞ്ഞ പ്രാവശ്യത്തെ സെഷന് നമ്മൾ കണ്ടു
അബ്രഹാം ലോത്തിന് വേണ്ടി ദൈവവുമായിട്ട് വാദിക്കുന്ന ഒരു ചെറിയൊരു ബാർഗെയിനിങ്ങിന്റെ ഒരു സെഷൻ ഉണ്ട്. ആ ബാർഗെയിനിങ്ങിന് നമുക്ക് അതിനെപ്പറ്റി ഒന്ന് കൂടുതൽ പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അബ്രഹാം അടുത്ത് ചെന്ന് പറഞ്ഞത്, ദുഷ്ടനോടുകൂടെ നീതിമാനെ നീ സംഹരിക്കുമോ? പക്ഷെ ആ പട്ടണത്തിൽ 50 നീതിമാന്മാർ ഉണ്ടെങ്കിൽ നീ അതിനെ സംഹരിക്കുമോ? അതിലെ 50 നീതിമാന്മാർ നിമിത്തം ആ സ്ഥലത്തോട് ക്ഷമിക്കുകയില്ലയോ? ഇങ്ങനെ നീ ഒരു നാളും ചെയ്യുന്നതല്ലല്ലോ. അതായത് നമുക്കറിയാം, അബ്രഹാം ദൈവത്തോട് കൂടെ നടന്നവനാണ്. അബ്രഹാമിനെ ദൈവം സുഹൃത്തെന്നൊക്കെയാണ് ബൈബിള് സംബോധന ചെയ്യുന്നത്. അത്ര അടുപ്പമുള്ള ആളായതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ അബ്രഹാമിന് ദൈവത്തിന്റെ എല്ലാ ആട്രിബ്യൂട്ട്സും അറിയാവുന്നതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ ഇങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ നീ ഒരു നാളും ചെയ്യുന്നതല്ലല്ലോ. നീതിമാൻ ദുഷ്ടനെ പോലെ ആകത്തക്കവണ്ണം ദുഷ്ടനോടുകൂടെ നീതിമാനെ നീ ഒരു നാളും കൊല്ലുകയില്ല. സർവഭൂമിക്കും ന്യായാധിപനായവൻ നീതി പ്രവർത്തിക്കാതിരിക്കുമോ? അതിന് യഹോവ, ഞാൻ സോതോമിൽ പട്ടണത്തിനകത്ത് 50 നീതിമാന്മാരെ കാണുന്നുവെങ്കിൽ അവരുടെ നിമിത്തം ആ സ്ഥലത്തോടൊക്കെയും ക്ഷമിക്കും എന്ന് അരുളിച്ചെയ്തു. ഇത് പിന്നീട് ഇവഞ്ച്വലി ദൈവം 10 നീതിമാന്മാരുണ്ടെങ്കിൽ ബാർഗെയിനിങ് ചെയ്ത് 10 നീതിമാന്മാരുണ്ടെങ്കിൽ അവരെ നിമിത്തം നശിപ്പിക്കുകയില്ലെന്ന് പറയുന്നു. പക്ഷെ പിന്നീട് നമ്മൾ കണ്ടു, ലോത്ത് പോയി മരുമക്കളോടും അവിടെ കണ്ട പെൺമക്കളോടും ഒക്കെ പറഞ്ഞെങ്കിലും ലോത്ത് കളി പറയുന്നെന്ന് വിചാരിച്ച് അവരതിൽ വിശ്വസിക്കാതിരിക്കുക. അവസാനം 10 പേര് പോലും ഇല്ലാതിരുന്ന ഒരു അവസരത്തിൽ മാലാഖമാര് വന്ന് ലോത്തിനെയും അവരുടെ ഉണ്ടായിരുന്ന 2 പെൺമക്കളെയും ലോത്തിന്റെ ഭാര്യയുമായിട്ട് അവിടുന്ന് വെളിയിൽ പോകാൻ ഒരു അവസരം കൊടുക്കുകയും ചെയ്തു. പിന്നീട് ദൈവം സോദോം ഗൊമോറ തീ ഇറക്കി നശിപ്പിക്കുന്നതായിട്ട് നമ്മൾ കണ്ടു. അപ്പം ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഓൾറെഡി നമ്മളോട് ദൈവം പറഞ്ഞിട്ടുണ്ട്, 10 പേരെങ്കിലും ഒരു പട്ടണത്തിലുണ്ടെങ്കിൽ ആ പട്ടണത്തെ നശിപ്പിക്കുകയില്ലെന്ന് ദൈവം ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി, ഈ ഇത്രയും വലിയ ക്രോധം ഇവിടെ വരുമ്പോൾ എല്ലാ കാലത്തും ഒരു ശേഷിപ്പ് എന്നുള്ളൊരു അതായത് ദൈവജനത എല്ലാ കാലത്തും ഒരു ശേഷിപ്പ് ഉണ്ടെന്നുള്ളത് ബൈബിളിൽ വളരെ സ്ഥലങ്ങൾ കാണും. അപ്പൊ ഈ ശേഷിപ്പ് ഏത് കാലത്തും ഒരു ശേഷിപ്പുണ്ടെങ്കിൽ ആ ശേഷിപ്പിനോടുകൂടെ ദൈവം ഈ ലോകത്തെ നശിപ്പിക്കുകയില്ലെന്നുള്ളത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് നമുക്ക് റൈറ്റിംഗ് നമുക്ക് ദൈവം തന്നിട്ടുള്ളത് ആദ്യമേ തന്നെ മനസ്സിലാക്കുക. അതുപോലെ തന്നെ നമ്മൾ ഒരുപക്ഷെ ഓർക്കും, ഇല്ല ഇത് സോദോം ഗൊമോറയ്ക്ക് വേണ്ടി സ്പെഷ്യൽ ചെയ്തതാണ്. അങ്ങനല്ല. ദൈവം ഒരിക്കൽ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ദൈവം ഇളക്കി മാറ്റി പറയുന്നവനല്ല നമുക്ക് മനസ്സിലാക്കാം. അനേക ദൈവവചനങ്ങളുണ്ട്. യഹോവയാ ഞാൻ മാറാത്തവൻ, അതുകൊണ്ട് യാക്കോബിന്റെ പുത്രന്മാരെ നിങ്ങൾ മുടിഞ്ഞു പോകാതെ ഇരിക്കുന്നു. നിങ്ങളുടെ പിതാക്കന്മാരുടെ കാലം മുതൽ നിങ്ങൾ എന്റെ ചട്ടങ്ങളെ പ്രമാണിക്കാതെ തെറ്റി നടന്നിരിക്കുന്നു. നമുക്കറിയാം, അബ്രഹാമുമായിട്ടുള്ള ഉടമ്പടി കൊണ്ടാണ് ദൈവം ഈ കഴിഞ്ഞ അനേക നൂറ്റാണ്ടുകളായിട്ട് ഇവരെ ഇപ്പോഴും കാത്തു സംരക്ഷിക്കുന്നത്. അവർക്ക് അനേക ശിക്ഷകളൊക്കെ കൊടുത്തെങ്കിലും അവരെ പൂർണ്ണമായിട്ട് മുടിച്ചു കളയാതെ, നമുക്കറിയാം ചുറ്റുപാടും കിടന്ന ഫെലിസ്ത്യരും അങ്ങനെ അനേക ജാതികളെ പിന്നീട് അവരെ കണ്ടിട്ട് പോലില്ല. പക്ഷെ ഈ യഹൂദൻ എന്ന ജാതി അവർ എല്ലാ കാലത്തും നിലനിൽക്കുകയും അനേക നൂറ്റാണ്ടുകൾക്ക് ശേഷം 2000 വർഷത്തിന് ശേഷം വീണ്ടും ഇസ്രായേലിൽ തിരിച്ചു വന്നതുമെല്ലാം ദൈവത്തിന്റെ അബ്രഹാമുമായിട്ടുള്ള ഉടമ്പടി കൊണ്ടാണ്. എന്താണ് ഉടമ്പടി? നമുക്കറിയാം, ഒരു പ്രാവിനെയും മൃഗത്തെ മുറിച്ചു വെച്ച് അതിന്റെ നടുക്കൂടെ തീപ്പന്തം കടന്നു പോയത് അന്നത്തെ കാലത്ത് അത് ഉടമ്പടി ചെയ്യുന്നത് അങ്ങനെ ആയിരുന്നു. അത് പിന്നീട് നമുക്ക് അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാം. അങ്ങനെ ദൈവം ഒരിക്കൽ ഉടമ്പടി ചെയ്തിരിക്കുകയാണ്. ദൈവം നമുക്ക് അദ്ദേഹത്തിന്റെ പുസ്തകമായ ബൈബിളിൽ ഓൾറെഡി എഴുതി തന്നിട്ടുണ്ട്. അതായത് 10 പേരുണ്ടെങ്കിൽ ഒരു പട്ടണത്തെ നശിപ്പിക്കുകയില്ല. അഥവാ നശിപ്പിക്കുകയാണെങ്കിൽ അദ്ദേഹം അതിനു മുന്നേ അത് മാറ്റുമെന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. അതുപോലെ തന്നെ ദൈവം യേശുക്രിസ്തു ഇന്നലെയും ഇന്നും അനന്യൻ തന്നെ. ഇംഗ്ലീഷ് ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ, ജീസസ് ക്രൈസ്റ്റ് ഈസ് ദ സെയിം യെസ്റ്റർഡേ ടുഡേ ആൻഡ് ഫോർ എവർ. ദൈവപുത്രനായ യേശുക്രിസ്തു ഒരിക്കൽ ഉവ്വ എന്നും മറ്റൊരിക്കൽ ഇല്ല എന്നും ആയിരുന്നില്ല. അവനിൽ ഉവ്വ എന്നത്രേ ഉള്ളൂ. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ എത്ര ഉണ്ടെങ്കിലും അവനിൽ ഉവ്വ എന്നത്ര. അതായത് നമുക്ക് ഫോർ ഷുവർ ആണ്. ദൈവം ഒരിക്കൽ വാഗ്ദത്തം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മാറ്റുകയില്ലെന്നുള്ളത് ഫോർ ഷുവർ ആണെന്ന് ഈ വേദഭാഗങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ തന്നെ ഇതിന് യേശുക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവിനെ പറ്റി യേശുക്രിസ്തു പറഞ്ഞ ഭാഗം നമുക്ക് നോക്കാം. അത് മത്തായിയുടെ സുവിശേഷം 24:34 പറയുന്നു, യേശുക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവ് നോഹയുടെ കാലത്ത് സംഭവിച്ച പോലെ തന്നെ സംഭവിക്കും. അതുപോലെ തന്നെ ലോത്തിന്റെ കാലത്ത് സംഭവിച്ച പോലെ തന്നെ സംഭവിക്കും. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കണ്ട നോഹയുടെ കാലത്ത് സംഭവിച്ചതും ലോത്തിന്റെ കാലത്ത് സംഭവിച്ചതുമായിട്ട് ഏകദേശം 20 കാര്യങ്ങൾ ബൈബിളിൽ നിന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അതിനകത്ത് 2-3 കാര്യങ്ങൾ ഇപ്രാവശ്യം വളരെ റിലവന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. നമ്മൾ കണ്ടാണ് ലോത്തിനെയും ഫാമിലിയെയും ഡിസ്ട്രക്ഷന് മുൻപേ തന്നെ വെളിയിൽ ഇറക്കി. അതുപോലെ തന്നെ നോഹയുടെ ജലപ്രളയ കാലത്ത് നോഹയുടെ ഫാദറിന്റെ ഗ്രാൻഡ് ഫാദർ ആയിരുന്നു ഹാനോക്ക്.
ഈ ജലപ്രളയത്തിന് മുൻപേ തന്നെ റാപ്ചർ ചെയ്യപ്പെടുകയും ഉണ്ടായി. അതായത് റാപ്ചർ, അപ്പൊ നമ്മൾ ഓർക്കും ഒരാളെ അല്ലേ റാപ്ചർ ചെയ്തതെന്ന് ഓർക്കും. പക്ഷെ റാപ്ചർ പറയുന്നത് മണവാട്ടിയാണ്. മണവാട്ടി ഒരു സിംഗിൾ എൻറ്റിറ്റി ആയിട്ടാണ് ബൈബിളിലെല്ലാം മണവാട്ടിയെ കാണിക്കുന്നത്. ഹാനോക്ക് എന്ന് പറയുന്ന ആള് വരാൻ പോകുന്ന റാപ്ചറിന്റെ വരാൻ പോകുന്ന മണവാട്ടിയെ കാണിച്ചിരിക്കുന്നതാണ്. ഹാനോക്ക് എന്നുള്ള ഒരാളെ ദൈവം മാറ്റി. അപ്പം യേശുക്രിസ്തു എന്താണ് പറഞ്ഞത്? രണ്ടാമത്തെ വരവ് നോഹയുടെ കാലത്ത് സംഭവിച്ച പോലെ തന്നെ സംഭവിക്കും, അതുപോലെ തന്നെ ലോത്തിന്റെ കാലത്ത് തന്നെ സംഭവിച്ചു. അതിപ്പോ ലോത്തിന്റെ കാലത്ത് സംഭവിച്ച പോലെ തന്നെ സംഭവിക്കണമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് ലോത്തിനെ ഡിസ്ട്രക്ഷൻ വരുന്നതിന് മുൻപ് അതിൽ നിന്ന് പുറത്തിറക്കി ഹാനോക്കിനെ റാപ്ചർ ചെയ്യപ്പെട്ടു. അതുപോലെ നോഹയ്ക്ക് എന്താ സംഭവിച്ചത്? നോഹ ആ പ്രതിസന്ധികളിൽ കൂടെ തന്നെ നോഹയെ കടത്തിവിട്ടു. അതായത് അവിടെ 3 കൂട്ടം ജനങ്ങൾ ഉണ്ടായിരുന്നു. ഒന്ന് ഹാനോക്ക് പ്രതിനിധീകരിക്കുന്ന, അതായത് അതിന് മുൻപേ തന്നെ മാറ്റി നോഹ അദ്ദേഹത്തിന്റെ ഫാമിലിയും പെട്ടകത്തിൽ കൂടെ, അതായത് വെള്ളപ്പൊക്കത്തിൽ കൂടെ തന്നെ ഡിസ്ട്രക്ഷനിൽ കൂടെ തന്നെ കടത്തിവിട്ട് രക്ഷപ്പെടുത്തി. അതേസമയം മൂന്നാമതൊരു കൂട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നശിച്ചുപോയി. അപ്പൊ ഇത് റെപ്രസെന്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി വരാൻ പോകുന്ന ഡിസ്ട്രക്ഷന്റെ സമയത്ത് ഇതുപോലെ തന്നെ ഇരിക്കും. ലോത്ത് അല്ലെങ്കിൽ ഹാനോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാത്തിരുന്ന മണവാട്ടിയെ പ്രതിനിധീകരിക്കുന്നു. റെമനന്റ്, അതായത് നോഹയുടെ കാലത്ത് സംഭവിച്ച നോഹ പെട്ടകത്തിൽ കൂടെ കടന്നുപോയ രക്ഷ പ്രതിനിധീകരിക്കുന്നത് ഇനിയും വരുവാൻ പോകുന്ന 1,44,000 പേരെ നമ്മൾ കാണുന്നുണ്ട് വെളിപാട് പുസ്തകത്തിൽ മുദ്രയിട്ട് വേർപെടുത്തുന്ന. അതുപോലെ തന്നെ പെട്രായെ സംരക്ഷിക്കുന്ന ഒരു ശേഷിപ്പ് യഹൂദൻ, അത് നോഹ അവരെ പ്രതിനിധീകരിക്കുന്നു മനസ്സിലാക്കുക. അപ്പോൾ യേശുക്രിസ്തു പറഞ്ഞ വാക്കുകൾക്കൊക്കെ വളരെ മീനിങ് ഉണ്ടെന്ന് നമ്മൾ കൂടുതൽ ബൈബിൾ പഠിക്കുന്നതനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാം. അതായത് യേശുക്രിസ്തു നമ്മളോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, നനയാത്ത നാഴികയിൽ മനുഷ്യൻ പുത്രൻ വരുമ്പോൾ അതിന് മുന്നേ സംഭവിക്കേണ്ട കാര്യങ്ങളാണ്. അതായത് ഒരു കൂട്ടം ജനത്തെ ഇവിടെ നിന്ന് മാറ്റും, അത് കഴിഞ്ഞ് ഒരു കൂട്ടം ജനത്തെ ഈ പ്രശ്നങ്ങളിൽ കൂടെ തന്നെ കടത്തിവിട്ട് സംരക്ഷിക്കണം എന്നുള്ളത് യേശുക്രിസ്തു നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ പലരും എന്തുകൊണ്ടാണ് ഈ ട്രിബുലേഷനിൽ കൂടെ കടന്നു പോകണമെന്ന് വെച്ചാൽ സ്വയം ശഠിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. എന്തുകൊണ്ടാണ് അവരങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചാൽ അതിന്റെ ഒരു പ്രത്യേക കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പലരുടെ വിശ്വാസം അന്തിക്രിസ്തുവിന്റെ കൈകളാൽ കൊല്ലപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതോ തരത്തിലുള്ള പ്യൂരിഫിക്കേഷൻ, അതിനുവേണ്ടി രക്തസാക്ഷിത്വം വരിക്കുന്നത് ഏതോ ടൈപ്പ് പ്യൂരിഫിക്കേഷൻ, രക്തസാക്ഷിത്വം വരിക്കുന്നവർ സ്വർഗത്തിൽ പോകും, അത് ബിബ്ലിക്കലാണ്. പക്ഷെ അങ്ങനെ പോകണമെന്ന് വിചാരിക്കുന്ന ഒരു കൂട്ടം, അങ്ങനെ പോകണമെന്ന് ഒരിടത്തും പറഞ്ഞിട്ടില്ല. ആക്ച്വലി അത് ബൈബിളിൽ എങ്ങും അന്തിക്രിസ്തുവിന്റെ കൈയാൽ കൊല്ലപ്പെടുന്നവര് അതൊരു പ്യൂരിഫിക്കേഷൻ ആയിട്ട് എങ്ങും ബൈബിളിൽ പറഞ്ഞിട്ടില്ലെന്നുള്ളത് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ചിലർ പറയുന്ന ആദ്യ നൂറ്റാണ്ടുകളിൽ, ആദ്യത്തെ 300-350 വർഷക്കാലം യേശുക്രിസ്തുവിന് ശേഷം കോൺസ്റ്റാന്റിനോപ്പിൾ ചക്രവർത്തി ക്രിസ്ത്യൻ മതത്തിനെ അംഗീകരിക്കുന്നതിന് മുൻപ് അനേക പീഡകളായിരുന്നു. നമുക്കറിയാം നീറോ ചക്രവർത്തിയുടെ ഒക്കെ കാലത്ത് 10 തരം പീഡകളായിരുന്നു. മൃഗത്തിന്റെ മുൻപിൽ ഇട്ട് കൊടുക്കുക, അതായത് അന്നത്തെ കാലത്ത് നീറോ ചക്രവർത്തി ദൈവമാണെന്ന് സമ്മതിക്കണം. എല്ലാ വർഷവും അവർക്ക് അങ്ങനെ ഒരു ആചാരമുണ്ട്. എല്ലാ വർഷവും അത് അംഗീകരിക്കാത്തവരെ അന്ന് നമുക്കറിയുന്ന റോമിലെ കൊളോസ്യത്തിലൊക്കെ ഇവരെ കൊണ്ടുവന്ന് തീ കത്തിക്കുകയും അങ്ങനെ അനേക വിധത്തിലുള്ള പീഡകളിൽ കൂടാണ് ആദ്യകാല ക്രിസ്ത്യാനി സമൂഹം കടന്നു പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ അന്നും നമ്മുടെ പാപങ്ങൾ ചുമന്ന് മരിച്ച യേശുക്രിസ്തുവിന് വേണ്ടി ഇത് ഒന്നുമല്ല തന്നെ ആകാവുന്ന ഒരു കാര്യം എന്നുള്ള രീതിയിൽ അനേക ആൾക്കാര് സ്വയം മരണത്തെ ഭരിക്കുകയും അങ്ങനെ ആ രക്തത്തിൽ നിന്നാണ് ഈ ഇന്നത്തെ ക്രിസ്ത്യാനി സഭ പിന്നീട് ഇത്രയും വലുതായെന്നൊക്കെ നമുക്ക് ചരിത്രം അറിയാം. പക്ഷെ പലരുടെയും വിചാരം അങ്ങനെ ചെയ്തുകൊണ്ട് ഇതുപോലെ അന്ത്യസമയത്തും ഇങ്ങനെ തന്നെ ചെയ്യണമെന്ന്. അത് വളരെ തെറ്റായ ഒരു ധാരണയാണ്. ഈ 350 ആണ്ടുകൾ കഴിഞ്ഞ് പിന്നീട് അനേക ആൾക്കാർ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് രക്ഷ ചെയ്തവരുണ്ടെന്നുള്ള കാര്യം ഇവർ പലപ്പോഴും വിസ്മരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് ബൈബിൾ എങ്ങും പറയുന്നില്ല. അതിനുവേണ്ടി അവര് തെറ്റായി വ്യാഖ്യാനിക്കുന്ന ചില വചനങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അവർ പറയുന്നത്, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അതായത് യേശുക്രിസ്തു പറഞ്ഞിട്ടുണ്ട് ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്. അത് ആക്ച്വലി ഇത് ഉദ്ദേശിച്ചിരിക്കുന്നത് ഒരാൾ ക്രിസ്ത്യാനിയായി കഴിഞ്ഞു കഴിഞ്ഞാൽ ക്രൂശ് എടുത്ത് പിൻപറ്റാനാണ് യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആ ക്രൂശ് എടുത്ത് പിൻപറ്റുന്നവർക്ക് ക്രൂശിന്റേതായ കഷ്ടങ്ങളുണ്ട്. അതാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അല്ലാതെ ക്രോധം എന്നുള്ള വേർഡ് അല്ലെന്നുള്ളത് മനസ്സിലാക്കുക. വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നും നാം അനേക കഷ്ടങ്ങൾ കൂടെ ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാണെന്നും പ്രബോധിച്ച് ശിഷ്യന്മാരുടെ മനസ്സ് ഉറപ്പിച്ചു പോകുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ വേഴ്സസ് ആണ്. പക്ഷെ ഇതൊന്നും ക്രോധവും ഈ കഷ്ടവുമായിട്ട് മിക്സപ്പ് ചെയ്യരുതെന്ന് മനസ്സിലാക്കണം. ഇത് ഉദ്ദേശിക്കുന്നത് വേറെയാണ്. ക്രോധം എന്നുള്ളത് സ്പെസിഫിക്കലി ക്രോധം എന്നുള്ള വേർഡാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നതെന്ന് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് മനസ്സിലാകും. അതുപോലെ തന്നെ യേശുക്രിസ്തു, നമുക്കറിയാം യേശുക്രിസ്തുവിന്റെ രക്തം
സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നതെന്നാണ് ബൈബിൾ പറയുന്നത്. യേശുക്രിസ്തുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മളെ ശുദ്ധീകരിക്കുന്നുണ്ടെങ്കിൽ എന്തിനു വേണ്ടിയാണ് നമ്മൾ സ്വന്തമായിട്ടൊരു ശുദ്ധീകരണം നടത്തുന്നത് എന്നുള്ളതിന് യാതൊരു ഉത്തരമില്ലെങ്കിൽ ഈ ഇങ്ങനെ പഠിപ്പിക്കുന്ന ആൾക്കാർക്ക്, അതായത് അവർക്ക് തന്നെ അറിയത്തില്ല യേശുക്രിസ്തുവിന്റെ രക്തത്തിന് പാപങ്ങൾ വഹിക്കാനുള്ള കഴിവില്ലെങ്കിൽ പിന്നെ യേശുക്രിസ്തു ഇവിടെ വന്നത് വെറുതെ ആകത്തില്ലേ? അത് മനസ്സിലാകാതെയാണ് പലപ്പോഴും അവര് ഇങ്ങനെയുള്ള തെറ്റായ പഠിപ്പീരുകളിലോട്ട് കടന്നു പോകുന്നത്. അതുപോലെ തന്നെ വേറെ കാര്യം ഓർക്കുക, യേശുക്രിസ്തു തന്നെയാണ് പറഞ്ഞ് ഈ ഗുഡ് ന്യൂസ്, അതായത് നല്ല വിശേഷം, സുവിശേഷം നിങ്ങൾ ലോകത്തിന്റെ അറ്റത്തോളം ചെന്ന് പറയുവാൻ വേണ്ടി പറഞ്ഞ എന്തിനു വേണ്ടിയാണ്? ഈ ഒരു ക്രോധ ദിവസത്തിൽ കൂടെ കടക്കാൻ മേലാത്ത സുവിശേഷമാണെങ്കിൽ ഇറ്റ് ഇസ് നോ മോർ എ ഗുഡ് ന്യൂസ്. യേശുക്രിസ്തു തന്നെ പറഞ്ഞു, നിങ്ങളുടെ പാപങ്ങൾക്ക് പകരം ഞാൻ ഈ പാപം ഓൾറെഡി ചുമന്നിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് മാറ്റപ്പെടാത്തതായിട്ട് ഒരു പാപവുമില്ല. സകല പാപവും യേശുക്രിസ്തുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു എന്നുള്ളത് അതിന്റെ പൂർണ്ണ അർത്ഥത്തിൽ മനസ്സിലാക്കിയവരെ സംബന്ധിച്ചിടത്തോളം ഇതിനു വേണ്ടി കാത്തിരിക്കേണ്ട യാതൊരു കാര്യമില്ലെന്നുള്ളത് മനസ്സിലാക്കും. വേറെ ഒരു പോയിന്റ് ഇവിടെ പറയാനുള്ളത്, ഒരുങ്ങി പാർത്തിരിക്കുന്ന മണവാട്ടി എന്തിനാണ് ഈ ട്രിബുലേഷനിൽ കൂടെ കടന്നു പോകുന്നെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആർക്കും ഉത്തരവില്ല. നമ്മുടെ ബ്ലസ്സഡ് ഹോപ്പ് എന്ന് പറയുന്നത് യേശുക്രിസ്തു രക്ഷകനായിട്ട് നമ്മളെ കൊണ്ടുപോകാൻ വേണ്ടി വരുമെന്നാണ് നമ്മുടെ പാട്ടുകളിലൊക്കെ നമ്മൾ പാടുന്നത്. ഈ 7 കൊല്ലത്തെ മഹോദരവകാലത്തിന് ശേഷം വരുവാനാണെങ്കിൽ ഇത് ഒരു ബ്ലസ്സഡ് ഹോപ്പ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്ന് ചോദിച്ചാൽ നമുക്ക് അനേക ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഈ മഹോദരവകാലത്ത് കൊല്ലപ്പെടുന്നത്. അങ്ങനെ ഒരു കാലത്തിന് വേണ്ടിയാണോ നമ്മൾ നോക്കിയിരിപ്പാർക്കുന്നതെന്ന് സ്വയം ചിന്തിച്ചു നോക്കുക. അത് തന്നെയല്ല, ഇങ്ങനെ പറയുന്ന ആൾക്കാർക്ക് ഈ ട്രിബുലേഷൻ കൊണ്ട് ദൈവം എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് പലപ്പോഴും അവർ മനസ്സിലാക്കാതാണ് ഇങ്ങനെ പറയുന്നതെന്ന് മനസ്സിലാക്കുക. ദൈവം തന്നെ യേശുക്രിസ്തു പൗലോസ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, ഗോഡ് ഡിഡ് നോട്ട് അപ്പോയിന്റ് അസ് ടു സഫർ റാത്ത്. ഇവിടാണ് അതിന്റെ വേർഡ്സ് മനസ്സിലാക്കേണ്ടത്. നമ്മളെ കോപത്തിന് വേണ്ടി, അതായത് റാത്ത് എന്നുള്ള വേർഡ് അതായത് ദൈവകോപം എന്ന് ഉദ്ദേശിക്കുന്ന എല്ലാം ഈ വേർഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഗോഡ് ഡിഡ് നോട്ട് അപ്പോയിന്റ് അസ് ടു സഫർ റാത്ത് ബട്ട് ടു റിസീവ് സാൽവേഷൻ ത്രൂ അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. അതായത് ഈ വരാൻ പോകുന്ന വലിയൊരു അപകടത്തിൽ നിന്ന് എന്താണ് സാൽവേഷന്റെ മീനിങ് തന്നെ അതാണ്. അതായത് സാൽവേജ് ചെയ്യുക, അതായത് രക്ഷിച്ചെടുക്കുക, ഒരു കൂട്ടം ജനത്തെ രക്ഷിച്ചെടുക്കുന്നതിന് വേണ്ടിയാണ് നമ്മളെ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്. ബൈബിൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അന്നേരം ഭയങ്കര നിർബന്ധമാണ് ഒരു കൂട്ടം ആൾക്കാർക്ക് ഈ 7 കൊല്ലത്തെ മഹോദരവകാലത്തിൽ കൂടെ കടത്തി വിട്ടാലേ പോകുള്ളൂ. അത് വളരെ തെറ്റായ പഠിപ്പീരുകളാണെന്നുള്ളത് മനസ്സിലാക്കുക. അതുകൂടാതെ തന്നെ യേശുക്രിസ്തു നമുക്ക് വചനത്തിൽ കൂടെ അനേകം പ്രോമിസസുകൾ തന്നിട്ടുണ്ട്. അതായത് രക്ഷകനായിട്ട് വരുമെന്നുള്ള അനേക പ്രോമിസുകൾ തന്നിട്ടുണ്ട്. ഈ പ്രോമിസുകൾ തന്നെ വായിച്ചു നോക്കിയാൽ മാത്രം മതി ഇതെന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി. കഴിഞ്ഞ ക്ലാസ്സിൽ ഇത് ഡിസ്കസ് ചെയ്തതാണ്. എന്ന് വേഗം ഒന്ന് വായിച്ചു പോകാം. സഹിഷ്ണുതയെക്കുറിച്ചുള്ള എന്റെ വചനം നീ കാത്തുകൊണ്ടതിനാൽ ഭൂമിയിൽ വസിക്കുന്നവരെ പരീക്ഷിക്കേണ്ടതിന് ഭൂതലത്തിൽ എങ്ങും വരുവാനുള്ള പരീക്ഷാകാലത്ത് ഞാനും നിന്നെ കാക്കും. ഇത് യേശുക്രിസ്തു വെളിപാട് പുസ്തകത്തിനകത്ത് പറഞ്ഞിരിക്കുന്നതാണ്. ഐ വിൽ ഓൾസോ കീപ് ഫ്രം ദ ഹവർ ഓഫ് ട്രയൽ. അതായത് ഇതിന്റെ മൂലഭാഷ ഗ്രീക്ക് ഭാഷയിൽ ഇത് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിന് വേണ്ടി, ഈ ഭൂതലത്തിന് വേണ്ടി വസിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയാണ് ഈ പരീക്ഷാകാലം വരുന്നത്. അതായത് ഭൂമിയുടെ എല്ലാ സുഖങ്ങൾക്കും വേണ്ടി പാർത്തിരുന്ന ആൾക്കാരെ പരീക്ഷിക്കാൻ വേണ്ടി വരുന്ന പരീക്ഷാകാലത്ത് നിന്നെ കാക്കുമെന്നുള്ളത് ദൈവം ഓൾറെഡി നമുക്ക് വാഗ്ദത്തം തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ യോഹന്നാന്റെ സുവിശേഷം, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളെയും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. 7 കൊല്ലത്തെ മഹോദരവകാലത്തിന് ശേഷമായി ഇവിടെ ഇങ്ങനെ പറഞ്ഞ നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത് എന്ന് പറയേണ്ട ഒരു കാര്യമില്ല. എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ ക്ലാസ് നമ്മൾ കണ്ടു, റൈറ്റിംഗിൽ തന്നെ ഏകദേശം 50% കൂടുതൽ ജനങ്ങൾ ഈ ഭൂലോകത്തിൽ നിന്ന് തുടച്ചു നീക്കപ്പെടുകയാണ്. അങ്ങനെ ഒരു അവസരങ്ങളിൽ എങ്ങനെയാണ് നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകാതിരിക്കുന്നത്? ജൂയിഷ് മാരേജിനെ പറ്റിയൊക്കെ നമ്മൾ കണ്ടു. അതിനകത്ത് മണവാളൻ മണവാട്ടിക്ക് റൈറ്റിംഗ് കൊടുക്കുന്ന കാര്യമാണ് ഇത്. അതായത് ഞാൻ എന്റെ പിതാവിന്റെ ഭവനത്തിൽ പോയി അവിടെ ബ്രൈഡ് ഗ്രൂമിന്റെ വീട് ഉണ്ടാക്കിയേച്ച് നിന്നെ കൊണ്ടുപോകുക എന്നുള്ളത് ജൂയിഷ് മാരേജിനകത്തെ കവനന്റാണ്. അപ്പൊ അത് ഓൾറെഡി നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളെയും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളുമെന്നുള്ള വാഗ്ദത്തം ഓൾറെഡി നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. പഴയ നിയമത്തിൽ ഇതിനെപ്പറ്റി അനേക സൂചനകൾ. യഹോവയുടെ ന്യായം പ്രവർത്തിക്കുന്നവരായി ഭൂമിയിലെ സകല സൗമ്യന്മാരുമായുള്ളവരെ അവനെ അന്വേഷിപ്പിൻ, നീതി അന്വേഷിപ്പിൻ, സൗമ്യത അന്വേഷിപ്പിൻ, നിങ്ങൾക്ക് യഹോവയുടെ കോപ ദിവസത്തിൽ മറിഞ്ഞിരിക്കാം. എന്ത് വ്യക്തമായിട്ട് ഇത് പറഞ്ഞിരിക്കുകയാണ്. അതായത് ഇവിടെയും യഹോവയുടെ കോപ ദിവസം എന്നാണ് പറഞ്ഞിരിക്കുന്നത്, കഷ്ടതയെന്നൊന്നുമല്ല.
ലോർഡ്സ് ആങ്കർ, മറ്റേ സ്ഥലത്ത് കണ്ട് റാത്ത് എന്നുള്ള വേർഡ്, ഇവിടെ ആങ്കർ, അതായത് ഈ ദൈവത്തിന്റെ കലർപ്പില്ലാത്ത ക്രോധ ദിവസമാണ്. അതിനകത്ത് രക്ഷിച്ചു കൊള്ളാമെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് റൈറ്റിംഗിൽ വാഗ്ദത്തമുള്ളപ്പോൾ നമ്മൾ എന്തിനാണ് തെറ്റായ പഠിപ്പീരുകൾക്ക് നമ്മൾ വശംബദ്ധരാകുന്നതെന്ന് ചിന്തിച്ചു നോക്കുക. So Christ, having been offered once to bear the sins of many, will appear a second time, not to deal with sin, but to save those who are eagerly waiting for him. അനേക ആൾക്കാര് റാപ്ചറിനെ വളച്ചൊടിക്കുന്നത് ഇങ്ങനൊരു വചനം, അതായത് രണ്ടാമത്തെ വരവ് ഇങ്ങനൊരു റാപ്ചറിന് വേണ്ടിയാണ് വരുന്നതെന്നുള്ളൊരു വചനം ബൈബിളിൽ ഇല്ലെന്ന് പറയുന്ന പല ആൾക്കാർക്കും ഉത്തരമായിട്ട് കൊടുക്കാവുന്ന ഒരു വചനമാണിത്. പക്ഷെ മലയാളത്തിൽ അതിന്റെ സ്വല്പം ഒരു മീനിങ്ങിന് ഒരു ഡിഫറൻസ് ഉണ്ട്. ഇംഗ്ലീഷ് വായിച്ചു കഴിഞ്ഞാൽ വളരെ വ്യക്തമാണ്. Christ, having been offered once to bear the sins of many, will appear a second time, not to deal with sin, but to save those who are eagerly waiting for him. ഇത് വളരെ വ്യക്തമായിട്ടാണ്, അതായത് വെയിറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടി, അതായത് ഈഗർലി നോക്കി പാർക്കുന്ന ആൾക്കാർക്ക് വേണ്ടി രക്ഷകനായിട്ട് വരുമെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ബൈബിൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ വേറെടുത്തും ഇങ്ങനെ തന്നെ, വെയിറ്റ് ഫോർ ആൻഡ് ടു വെയിറ്റ് ഫോർ ഹിസ് സൺ ഫ്രം ഹെവൻ, whom he raised from the dead, Jesus, who rescues us from the coming wrath. വരാൻ പോകുന്ന കോപത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുന്നവനായ യേശു സ്വർഗത്തിൽ നിന്ന് വരുന്നത് കാത്തിരിക്കുന്ന ആൾക്കാരാണ് ക്രിസ്ത്യാനികൾ. ദൈവം നമ്മെ കോപത്തിനല്ല, നാം ഉണർന്നിരുന്നാലും ഉറങ്ങിയിരുന്നാലും തന്നോടുകൂടെ ജീവിക്കേണ്ടതിന് നമുക്ക് വേണ്ടി മരിച്ച നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം രക്ഷയെ പ്രാപിപ്പാൻ അത്ര നിയമിച്ചിരിക്കുന്നു. ഇതിനു മുമ്പേ നമ്മൾ ഡിസ്കസ് ചെയ്ത വചനമാണ്. For God did not appoint us to suffer wrath, but to receive salvation through our Lord Jesus Christ. ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അതുപോലെ തന്നെ നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു, അവിടെ നിന്ന് കർത്താവായ യേശുക്രിസ്തു രക്ഷിതാവായി വരും എന്ന് നാം കാത്തിരിക്കുന്നു. അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപനായി രൂപാന്തരപ്പെടുത്തും. എത്രയോ വചനങ്ങളാണ് നമുക്ക് ദൈവം വാഗ്ദത്തമായിട്ട് വചനങ്ങൾ തന്നിരിക്കുന്നത്. യേശുക്രിസ്തു തന്നെ പറഞ്ഞിരിക്കുകയാണ്, സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളും ലക്ഷ്യങ്ങൾ ഉണ്ടാകും, കടലിന്റെയും ഓളത്തിന്റെയും മുഴക്കം നിമിത്തം ഭൂമിയിലെ ജാതികൾക്ക് നിരാശയോടുകൂടി പരിഭ്രമം ഉണ്ടാകും, ആകാശത്തിന്റെ ശക്തികൾ ഇളകി പോകുന്നതിനാൽ ഭൂതലത്തിന് എന്ത് ഭവിപ്പാൻ പോകുന്നു എന്ന് പേടിച്ചും നോക്കി പാർത്തും കൊണ്ട് മനുഷ്യർ നിർജീവന്മാരാകും. അപ്പോൾ മനുഷ്യപുത്രൻ ശക്തിയോടും കൂടെ മഹാതേജസ്സോടും കൂടെ മേഘത്തിൽ വരുന്നത് അവർ കാണും. ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ നിങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തു വരുന്നത് കൊണ്ട് നിവർന്ന തല പൊക്കുവിൻ. ഇംഗ്ലീഷ് വായിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ വെൻ ദീസ് തിങ്സ് ബിഗിൻ ടു കം ടു പാസ്, അതായത് ഇങ്ങനെ കുറെ പ്രവചനങ്ങൾ നിങ്ങൾ ബിഗിൻ ടു കം, അതായത് പ്രവചനങ്ങൾ ഫലിച്ചു തുടങ്ങുന്നത് നിങ്ങൾ കാണുമ്പോൾ ലുക്കപ്പ്. എന്താണ് നമ്മൾ പ്രവചനം ആദ്യത്തെ സെഷനിൽ നമ്മൾ കണ്ടു. പ്രവചനത്തിന്റെ ആദ്യത്തെ ചവിട്ടുപടി എന്ന് പറഞ്ഞ ഇസ്രായേലാണ്. ഇസ്രായേൽ എന്ന് പറയുന്നത് ദൈവത്തിന്റെ ടൈം ക്ലോക്ക് ആണെന്നാണ് പ്രവചന പഠിക്കുന്നവർ പറയുന്നത്. അപ്പൊ ഈ പ്രവചനം ഫലിക്കുന്നത് കാണുമ്പോൾ അനേക പ്രവചനങ്ങളുണ്ട്. ഇസ്രായേൽ തിരിച്ചു വരുന്നത്, അതായത് അത്തി എന്നാണ് ഇസ്രായേലിനെ പറ്റി പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അത് നമ്മൾ ഓർക്കണം, പാരബിൾ ആയിട്ട് കൊടുത്തിരിക്കുകയാണ്. യേശുക്രിസ്തു തന്നെ പറഞ്ഞു, ലേൺ എ പാരബിൾ ഫ്രം ഫിഗ് ട്രീ. അത്തി തളിർക്കുന്നത് നോക്കി നിങ്ങൾ ഒരു ഉപമ പഠിച്ചോളൂ. അതായത് നമ്മളെ ചുമ്മാ വായിച്ചു നോക്കുന്നവർക്ക് അത് മനസ്സിലാകാൻ വേണ്ടിയല്ല അത്തി എന്നുള്ള പറഞ്ഞു. അതായത് ദുഷ്ടൻ ഗ്രഹിക്കാതിരിക്കാൻ വേണ്ടി, അതായത് വേദോസത്തെ തലങ്ങും വിലങ്ങും വായിച്ചു നോക്കി ദൈവവചനങ്ങളാണെന്ന് പൂർണ്ണ ബോധ്യമുള്ളവർക്ക് വേണ്ടി മറഞ്ഞിരിക്കുന്ന മർമ്മം ദൈവം കാണിച്ചു കൊടുത്തതാണ്. അതുകൊണ്ടാണ് അത്തി എന്നുള്ള വേർഡ് ഉപയോഗിച്ചിരിക്കുന്നത്. പഴയ നിയമം എല്ലാം കൂട്ടിക്കലർത്തി വായിക്കുന്നവർക്ക് മാത്രമേ അത് മനസ്സിലാക്കി കൊടുക്കുകയുള്ളൂ. അത്തി തളിർക്കുന്ന നോക്കി ഉപമ പഠിക്കാൻ പറഞ്ഞേച്ച്, അപ്പൊ ഇത് അതിന്റെ തന്നെയാണ് ഈ എസൻസ് ആണിത്. അതായത് അത്തി തളിർത്ത് തുടങ്ങിയ തലമുറയിൽ ഇത് സംഭവിക്കുമെന്നാണ് യേശുക്രിസ്തു പറഞ്ഞത്. വെൻ ദീസ് തിങ്സ് ബിഗിൻ ടു കം ടു പാസ്, അതായത് നിങ്ങൾ കാണാതെ വിശ്വസിക്കുകയൊന്നും വേണ്ട, പ്രവചനങ്ങൾ ഫലിച്ചങ്ങോട്ട് തുടങ്ങുമ്പോൾ, അതായത് ഇസ്രായേലിന്റെ തിരിച്ചുവരവ് നിങ്ങൾ കാണുമ്പോൾ, then look up and lift up your heads for your redemption draws near. യഹോവ ന്യായത്തിന്റെ ദൈവമല്ലോ, അവനായി കാത്തിരിക്കുന്നവരൊക്കെയും ഭാഗ്യവാന്മാർ. അനേക വചനങ്ങളുണ്ട്, ഇതുപോലെ അനേക വചനങ്ങളുണ്ട്. യഹോവയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ കഴുകനെ പോലെ ചിറകടിച്ചു വരും. ഇതെല്ലാം റാപ്ചറിന് മുന്നോടിയായിട്ട് ദൈവം നമ്മളെ ഇവിടുന്ന് രക്ഷിക്കുമെന്നുള്ള വചനത്തിന്റെ ദൈവത്തിന്റെ റൈറ്റിംഗ് തന്നിരിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ഇത്രയും പ്രോമിസുകൾ നിലനിൽക്കെ എങ്ങനെയാണ് ഇത് നോൺ ബിബ്ലിക്കൽ ആണെന്നോ അല്ലെങ്കിൽ റാപ്ചർ നടക്കത്തില്ലെന്നോ പറയാൻ പറ്റുന്നതെന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ ഈ മുമ്പേ കണ്ട ഈ ഭാഗങ്ങളിൽ നിന്നെടുത്താണ് നമ്മൾ നമ്മുടെ പാട്ടുകളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. അതിനെപ്പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യാം. അതിനു മുൻപേ നമുക്ക് നമ്മുടെ ക്രോധ സമയത്ത് എന്തുമാത്രം മനുഷ്യന് മരിച്ചു പോകുന്നു ബൈബിളില്
കുറെ ഭാഗങ്ങളിലൊക്കെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടാണെന്നാലും ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു പോവാം. ഇതിനകത്ത് എത്രമാത്രം ജനം ഛേദിക്കപ്പെടുമെന്നൊന്ന് വായിച്ചു നോക്കാം. അവൻ 5-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ ദൈവവചന നിമിത്തം തങ്ങൾ പറഞ്ഞ സാക്ഷ്യം ഹേതുവായും അറക്കപ്പെട്ടവരുടെ ആത്മാക്കളെ ഞാൻ യാഗപീഠത്തിങ്കിൽ കണ്ടു. ഇത് അന്തിക്രിസ്തുവിന്റെ കൈകളാൽ കൊല്ലപ്പെടുന്ന ജനങ്ങളാണ്. നമുക്കറിയാം യോഹന്നാൻ 1,44,000 ആൾക്കാരുണ്ടെന്ന് ഒരു സൈഡ് എണ്ണിയ യോഹന്നാൻ എണ്ണപ്പെടാത്ത തരം ഒരു ആൾക്കാർ, അതായത് അനേക ആൾക്കാർ അന്തിക്രിസ്തുവിന്റെ കൈകളാൽ കൊല്ലപ്പെടും. പക്ഷെ അതിന്റെ നമ്പേഴ്സ് പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ ആ നക്ഷത്രത്തിന് കാഞ്ഞിരം എന്ന് പേർ, വെള്ളത്തിൽ 1/3 കാഞ്ഞിരം പോലെയായി, വെള്ളം കയ്പായതിനാൽ മനുഷ്യർ പലരും മരിച്ചുപോയെന്നല്ലാതെ എത്ര പേര് മരിച്ചെന്ന് എഴുതിയിട്ടില്ല. എത്ര പേര് മരിച്ചെന്ന് എഴുതിയിട്ടുള്ള 2 ഭാഗങ്ങളുണ്ട്. ആ 2 ഭാഗങ്ങളിൽ തന്നെ നമുക്ക് വായിച്ചു നോക്കാം. അപ്പോൾ ഞാൻ മഞ്ഞ നിറമുള്ള കുതിരയെ കണ്ടു. ഈ മഞ്ഞ നിറമുള്ള കുതിര വരുമ്പോൾ ലോകത്തിൽ അന്നുള്ള ജനസംഖ്യയുടെ കാലാംശത്തിന്മേൽ അധികാരം ലഭിച്ചു. കാലാംശത്തെ കൊന്നുകളയുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ വേറൊരു വായിൽ നിന്ന് പുറപ്പെടുന്ന തീ, പുക, ഗന്ധകം എന്നീ അതായത് മനുഷ്യരുടെ 1/3 മരിച്ചു. ഇത് വേറൊരു യുദ്ധങ്ങളുടെ കുതിരയുണ്ട്. ആ കുതിര വരുമ്പോഴാണ് ഈ സംഭവം. അപ്പം ഈ കാലാംശം ഓൾറെഡി മരിച്ചു, ബാക്കിയുള്ള ജനങ്ങളുടെ 1/3 മരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ 2 കാര്യങ്ങൾ മാത്രം കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, സപ്പോസ് ഇവിടെ 700 ബില്യൺ ജനങ്ങളുണ്ടെങ്കിൽ ആദ്യത്തെ സംഭവത്തിനകത്ത് തന്നെ അതിനകത്ത് 175 ബില്യൺ, അതായത് കാലാംശം 175 ബില്യൺ മരിച്ചു പോകുന്നു. ബാക്കിയുള്ളത് 525 ആണെങ്കിൽ അതിന്റെ 1/3 മരിച്ചു പോയി. അപ്പൊ ആ 1/3 അതിനകത്തൊന്ന് വീണ്ടും ഡിഡക്ട് ചെയ്യുകയാണെങ്കിൽ ഏകദേശം പകുതി ആൾക്കാർ ഇവിടെ തന്നെ ഈ റൈറ്റിംഗ് തന്നിട്ടുള്ള മാത്രം നോക്കുകയാണെങ്കിൽ മരിച്ചു. ഇതുകൂടാതെ മുദ്രകൾ പൊട്ടിക്കുന്നു, ട്രംപറ്റ്, ബൗൾ ജഡ്ജ്മെന്റ്, ക്രോധകലശം, ഇങ്ങനെ ഏകദേശം 21 സംഭവങ്ങളാണ്. അതായത് യെശയ്യാ പ്രവചനം പറയുന്നത് ശവമടക്ക് പോലും വൃദ്ധന്മാർ മരിച്ചു കിടക്കും, ആർക്കും ഒരു ശവമടക്ക് പോലും കിട്ടുകയായിരുന്നതാണ്. അത്ര ജനങ്ങൾ മരിക്കുന്ന ഒരു സംഭവത്തിനെ പറ്റിയാണ് ഇത് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ആണ് ഇത് വരാൻ പോകുന്നെങ്കിൽ വേർ ഈസ് ദ ബ്ലസ്സഡ് ഹോപ്പ്? ഇതിനകത്ത് എന്താ പറയുന്നത്, ദർ ഇസ് നത്തിങ് കോൾഡ് ബ്ലെസ്സിങ് ഓവർ ഹിയർ. നമ്മുടെ പാട്ടുകളും മറ്റും നമ്മൾ നോക്കുകയാണെങ്കിൽ അതിനകത്ത് നമ്മൾ നോക്കിയിരിക്കുന്നത് വരുവാനുള്ള യേശുക്രിസ്തുവിനെയാണ്, അല്ലാതെ നമ്മൾ അന്തിക്രിസ്തുവിനെ പറ്റി എങ്ങും നമ്മൾ ഈ പാട്ടുകളിൽ പാടുന്നില്ലെന്ന് നമ്മൾ മനസ്സിലാക്കുക. എല്ലാം നമ്മുടെ വീടുകളിൽ പാടുന്ന എല്ലാ പാട്ടുകളിനകത്തും കുറഞ്ഞ പക്ഷം ഒരു 2 സെന്റൻസേലും നമ്മളുടെ ബ്ലസ്സഡ് ഹോപ്പായ റാപ്ചറിനെ പറ്റി പാടുന്നുണ്ട്. പലപ്പോഴും നമ്മുടെ കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതങ്ങ് പാടി പോവുകയാണ്. നമ്മൾ അതിന്റെ മീനിങ് മനസ്സിലാകാതെ നമ്മൾ പാടി പോകുന്നതുകൊണ്ടാണ് നമുക്കത് മനസ്സിലാകാത്ത. അത്തിമരം തളിരാറായി, ഇതൊക്കെ ഓൾറെഡി മനസ്സിലാക്കിയ അനേക ആൾക്കാർ ഒരു തലമുറയിൽ ഉണ്ടായിരുന്നെന്ന് മനസ്സിലാക്കുക. നമുക്കൊക്കെ ഈ അടുത്തിടയ്ക്കാണ് അത്തിമരം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേലിനെയാണെന്ന് മനസ്സിലായെന്ന് ഓർക്കുക. ഈ പാട്ട് കണ്ടില്ലേ, സ്വർഗനാട്ടിലൻ പ്രിയൻ തീർത്തിടും സ്വന്തം വീട്ടിൽ. മുമ്പേ വായിച്ച യോഹന്നാന്റെ സുവിശേഷത്തിനകത്തെ ആ വാചകങ്ങൾ അതുപോലെ തന്നെ എഴുതിയിരിക്കുകയാണ്. അതുപോലെ തന്നെ അവസാനം കണ്ടോ, കർത്തൃകാഹളം വാനിൽ കേൾക്കുവാൻ കാലമായില്ലേ പ്രിയനെ. നമ്മൾ വിളിച്ചു ചോദിക്കുകയാണ്, കർത്തൃകാഹളം വാനിൽ കേൾക്കുവാൻ കാലമായില്ലേ പ്രിയനെ. ആശി ഏറുന്നതെന്നൊക്കെ നമ്മൾ നുണ പറയുകയാണ് ചെയ്യുന്നത് പലപ്പോഴും. നമുക്കിത് ഒരു കാലത്ത് നമുക്ക് ഇന്ന് യേശുക്രിസ്തുവിന്റെ വരവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭീതിയാണ്. ആക്ച്വലി ആ ഭീതി ഉള്ളിടത്തോളം കാലം നമ്മൾ യേശുക്രിസ്തുവിന്റെ വരവിന് സന്തോഷിക്കുന്ന ജനത്തെ മാത്രം കൊണ്ടുവരാനാണ് യേശുക്രിസ്തു വരുന്നതെന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ കാണാം, യേശുക്രിസ്തു തന്നെ ഈ വരുന്ന ക്രോധത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ വേണ്ടി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ ഭാഗം നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും മദ്യപാനത്താലും ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ടിട്ട് ആ ദിവസം നിങ്ങൾക്ക് പെട്ടെന്ന് കെണി പോലെ വരാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ. അത് സർവ്വഭൂമിയിലും വസിക്കുന്ന ഏവർക്കും വരും. ആകയാൽ ഈ സംഭവിപ്പാനുള്ള എല്ലാറ്റിൽ നിന്നും ഒഴിഞ്ഞു പോകുവാനും മനുഷ്യപുത്രന്റെ മുൻപിൽ നിൽക്കുവാനും നിങ്ങൾ പ്രാപ്തരാകേണ്ടത് സദാകാലവും ഉണർന്നും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും. എന്ത് വ്യക്തമായിട്ട് യേശുക്രിസ്തു പറഞ്ഞിട്ടുണ്ട്. അതായത് ആദ്യം സെക്കൻഡ് കമ്മിങ്ങിനകത്തെ സംഭവങ്ങളെല്ലാം പറഞ്ഞേച്ച് പിന്നീട് ഇതൊക്കെ തുടങ്ങുമ്പോൾ, അതായത് ആ കാലഘട്ടത്തിന്റെ ഒരു അടയാളം പറഞ്ഞു. അതായത് അതിഭക്ഷണവും മദ്യപാനവും ഉപജീവന ചിന്തകളാലും, അതായത് ഇന്ന് നമ്മൾ സംഭവിക്കുന്ന അതേ കാര്യങ്ങൾ, ആ ദിവസം നിങ്ങൾക്ക് കെണി പോലെ വരാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. ദൈവം പറഞ്ഞത് ഉദാഹരണം കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാകും. കെണിയുടെ പ്രത്യേകത എന്താണോ, കെണി അടഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ എലിയൊക്കെ പിടിക്കുന്നത് നമുക്കറിയാം. രാത്രിയിൽ എലി വന്ന് വീണ് കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ചു നേരം അതിനകത്ത് കിടക്കും. അതായത് റാപ്ചർ നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കുറേശ്ശെ ആയിട്ട് പിന്നീട് നാശം വന്ന് ഭവിക്കുകയാണ്. ഇതിനോടനുബന്ധിച്ച് വേറെ അനേക വചനങ്ങളുണ്ട്. നമുക്കിവിടെ ഈ സംഭവിപ്പാനുള്ള എല്ലാത്തിൽ നിന്നും ഒഴിഞ്ഞു പോകുവാനും മനുഷ്യപുത്രന്റെ മുൻപിൽ നിൽപ്പാൻ നിങ്ങൾ പ്രാപ്തരാകാം. അതായത് നമുക്കറിയാം കള്ളൻ വരുന്ന പോലെ വരുമെന്നാണ് പറഞ്ഞത്. അപ്പൊ കള്ളൻ വരുമ്പോൾ ഏറ്റവും വിലയേറിയ കാര്യങ്ങൾ, അതായത് മനുഷ്യപുത്രന്റെ മുൻപിൽ
നിൽക്കാൻ, അതായത് വെണ്മ വസ്ത്രം ധരിച്ചവരെ മാത്രമാണ് കൊണ്ടുപോകുന്നത്. അപ്പൊ അതിനുവേണ്ടി പ്രാപ്തരാകാൻ വേണ്ടി സദാകാലം ഉണർന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാനാണ്. ഇത് യേശുക്രിസ്തു തന്നെയാണ് ഇതിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്നതിനാ ഇതിനകത്ത് തള്ളിക്കയറി അതിനകത്ത് അകത്ത് ചെല്ലുന്നതെന്ന് സ്വയം ചോദിച്ചു നോക്കുക. ഇതൊരു പക്ഷെ നമ്മുടെ പിതാക്കന്മാർക്കൊക്കെ തന്നെ മനസ്സിലായിക്കൊണ്ടായിരിക്കും ഈ പാട്ട് അതിന് എഴുതിയിരിക്കുന്നത്. ഉത്തമ യൗസേപ്പിൻ അസ്ഥികളെ മോശ ബഹുമാനിച്ചതുപോൽ മശിഹായുടെ വത്സരരാകും വിശുദ്ധരെ നാം കൊണ്ടാടണം. നമ്മൾ വിശുദ്ധരെ കൊണ്ടാടിയാലുള്ള പ്രയോജനം എന്താണ് എഴുതിയിരിക്കുന്നത്? ക്രോധത്തിനുടെ കാലത്ത് നീതിനടി നാം ഏകൽക്കാവാൻ ദൈവത്തോട് അവർ പ്രാർത്ഥിക്കും. അതായത് ക്രോധത്തിനുടെ കാലത്ത്, ഈ ക്രോധകാലത്തിനെ പറ്റി ആയിരിക്കണം ഒരുപക്ഷെ ഇവിടെ എഴുതിയിരിക്കുന്നത്. ഈ ക്രോധത്തിനുടെ കാലത്ത് നീതിനടി നാം ഏൽക്കായുവാൻ അവർ പ്രാർത്ഥിക്കുമെന്നാണ് നമ്മുടെ പിതാക്കന്മാർ എഴുതി വെച്ചിരിക്കുന്നത്. പലപ്പോഴും നമുക്കിത് തെറ്റായിട്ട് തോന്നുന്നു. ഇത് ദൈവത്തിന്റെ ന്യായവിധി സമയത്ത് ക്രോധത്തിനെ പറ്റിയാണ് ഇത് എഴുതിയിരിക്കുന്നതെന്ന് പലപ്പോഴും തോന്നാറുണ്ട്. പക്ഷെ എനിക്ക് മനസ്സിലായത് അങ്ങനല്ല. നമ്മൾ പാടുന്നത് നീതിയോടെ എന്നെ വിധിക്കരുതെന്നാണ് നമ്മൾ പാടുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്രോധ ദിവസത്തിന് ഒരു എൻഡ് ഉണ്ടെന്ന് ബൈബിൾ പറയുന്നു. അത് വായിക്കാം. വെളിപാട് പുസ്തകത്തിന്റെ 15 ഞാൻ വലുതും അത്ഭുതവുമായ മറ്റൊരു അടയാളം സ്വർഗത്തിൽ കണ്ടു. ഒടുക്കത്തെ 7 ബാധയുള്ള 7 ദൂതന്മാർ തന്നെ. അതോടുകൂടെ ദൈവക്രോധം തീർന്നു. ദൈവക്രോധം 7 വർഷത്തെയാണ്. അതോടുകൂടെ ദൈവം ക്രോധം തീർന്നു പോവുകയാണ്. ഒരുപക്ഷെ ദൈവം നമ്മളോട് സഹതാപത്തോടുകൂടി ആയിരിക്കും ഒരുപക്ഷെ വിധിക്കുന്നത്. നമ്മൾ അതുകൊണ്ടാണ് പാടുന്നത് നീതിയോടെ എന്നെ വിധിക്കില്ല. എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മൾ നീതിമാന്മാരല്ല. അതുകൊണ്ട് ദൈവം നീതിയോടെ വിധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉള്ള കുഴപ്പം നമുക്കറിയാം. നമ്മള് പിടിക്കപ്പെടും. തീയാണ് നമ്മുടെ അവകാശം എന്നുള്ളത് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. പലപ്പോഴും പ്രാർത്ഥനകൾ നമുക്ക് മനസ്സിലാകാതെ പോവുകയാണ്. ഓർക്കുക, ഇങ്ങനൊരു പ്രവചനമുണ്ട് യെശയ്യാ പ്രവചനത്തിനകത്ത്. ഈ പ്രവചനം യേശുക്രിസ്തു തന്നെ യഹൂദന്മാരോട് പറഞ്ഞൊരു സന്ദർഭം നമ്മൾ വായിച്ചിട്ടുണ്ട്. ഈ ജനം അടുത്ത് വന്ന് വായ കൊണ്ട് അധരം കൊണ്ടും എന്നെ ബഹുമാനിക്കുന്നു, എങ്കിലും തങ്ങളുടെ ഹൃദയത്തെ അവർ എങ്കിൽ നിന്ന് ദൂരെ അകറ്റി വച്ചിരിക്കുന്നു. എന്നോടുള്ള അവരുടെ ഭക്തി മനപ്പാടമാക്കിയ മാനുഷിക കൽപ്പനയത്ര. നമ്മൾ പലപ്പോഴും കുർബാനയൊക്കെ ചെന്ന് നിൽക്കുമ്പോൾ നമുക്ക് പലപ്പോഴും അതിനകത്ത് നടക്കുന്ന എന്താണെന്ന് മനസ്സിലാകാതെയാണ് പലപ്പോഴും മനപ്പാടമാക്കി മാനുഷിക കൽപ്പനയായിട്ട് നമ്മൾ ചൊല്ലിപ്പോവുകയാണ്. കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ കണ്ടൊരു ആർട്ടിക്കിളാണ് ഇത്. പെസഹാപ്പവും പാലും ഉണ്ടാക്കുന്ന വിധം, അതിന്റെ ഫുൾ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഒക്കെ എഴുതിയിട്ടുണ്ട്. തേങ്ങ, ശർക്കര, ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്ന, കുരിശ് എങ്ങനെയാണ് നാട്ടുന്ന, എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരുപക്ഷെ എന്താണ് ഇതുകൊണ്ട് ദൈവം ഉദ്ദേശിച്ചതെന്ന് മനസ്സിലാക്കിയില്ലെങ്കിൽ, ഇത് ഇത്ര ഭംഗിയായിട്ട് ചെയ്തിട്ടും എന്താണ് ദൈവം, ഇത് യഹൂദൻ എന്നും ചെയ്യുന്നതാണ്. ഇന്നും പെസഹ യഹൂദൻ ആചരിക്കുന്നുണ്ട്. പക്ഷെ ഇത് വരുവാനുള്ള യേശുക്രിസ്തുവിന്റെ മുന്നോടിയായിട്ടാണ് ചെയ്തതെന്നുള്ള യഹൂദന് യേശുക്രിസ്തു വന്ന് 2000 വർഷം കഴിഞ്ഞിട്ട് മനസ്സിലാകില്ല. എന്ന് പറഞ്ഞ പോലാണ് ഇന്ന് പലരും നമ്മൾ ആചാരത്തിൽ അങ്ങോട്ട് മുഴുകി കഴിയുമ്പോൾ നമുക്ക് എന്താണ് ചെയ്യുന്നതെന്ന് പലപ്പോഴും മനസ്സിലാകാതെ ദൈവത്തെ അവിടെ പോയി പള്ളിയിൽ നിന്ന് പാടി അങ്ങ് സൂചിപ്പിച്ചേച്ച് പോരുകയാണ് പലപ്പോഴും നമ്മൾ ചെയ്യുന്നത്. അതല്ല ദൈവം ഉദ്ദേശിക്കുന്നത്. നമ്മുടെ മനസ്സിന്റെ പരിച്ഛേദനയാണ് ദൈവം ഉദ്ദേശിക്കുന്നതെന്നാണ് നമ്മുടെ ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പൊ നമ്മൾ കണ്ടു, യേശു തന്നെ നമ്മളോട് പഠിപ്പിച്ച കാര്യമാണ്. അതായത് ഈ സംഭവത്തിൽ നിന്നൊക്കെ ഒഴിഞ്ഞു പോകാൻ വേണ്ടി യേശുക്രിസ്തു തന്നെ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നതാണെന്ന് നമ്മളിവിടെ കണ്ടു. പിന്നീട് ഇതിനെപ്പറ്റി പറയാനുള്ള വെളിപാട് പുസ്തകത്തിലെ കുറച്ച് കാര്യങ്ങൾ എടുത്ത് പറയണമെന്ന് ആഗ്രഹിക്കുന്നു. വെളിപാട് പുസ്തകത്തിനകത്ത് മണവാട്ടിയെ പറ്റി പറയുന്നത് അനേക സന്ദർഭങ്ങളുണ്ട്. അതായത് ചർച്ച് എന്നുള്ള വേർഡാണ് ഉദ്ദേശിക്കുന്നത്. വെളിപാട് പുസ്തകത്തിനകത്ത് ആദ്യത്തെ 3 അധ്യായങ്ങളിനകത്ത് 19 പ്രാവശ്യം ചർച്ച് എന്നുള്ള വേർഡ് പറയുന്നുണ്ട്. അത് കഴിഞ്ഞേച്ച് 6-ാം അധ്യായം മുതൽ ഈ ഭൂലോകത്തിലെ പ്രശ്നങ്ങൾ ആരംഭിക്കുകയാണ്. അതായത് ക്രോധകലശം, ബൗൾ ജഡ്ജ്മെന്റ്, അങ്ങനെ അതങ്ങോട്ട് തുടങ്ങുകയാണ്. അത് കഴിഞ്ഞിട്ട് ഡയറക്റ്റ് 19-ാമത്തെ അധ്യായത്തിനകത്താണ് ചർച്ച് എന്നുള്ള വേർഡ് പിന്നീട് യൂസ് ചെയ്ത് കാണുന്നത്. അതിന് മുൻപേ 19 പ്രാവശ്യം പറഞ്ഞേച്ച് പിന്നീട് നടക്കുന്ന സംഭവത്തിനകത്തെങ്ങും ചർച്ചെന്നോ മണവാട്ടിയെന്നോ ഒരു വേർഡ് പറഞ്ഞിട്ടേ ഇല്ല. പിന്നീട് നടക്കുന്ന സംഭവങ്ങളെല്ലാം യഹൂദനുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള സംഭവങ്ങളാണെന്ന് മനസ്സിലാക്കുക. ഇതിനെപ്പറ്റി നമുക്ക് കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യാം. റെവലേഷന്റെ 1:19 ഈ ബുക്കിന്റെ നക്ഷല് പറഞ്ഞിട്ടുണ്ട്. എന്താണിത് ഈ ബുക്ക് പഠിപ്പിക്കുന്നത് എന്നുള്ളത്. അതായത് നീ കണ്ടതും, ഇത് യോഹന്നാനോട് പറയുന്നതാണ്, നീ കണ്ടതും ഇപ്പോൾ ഉള്ളതും ഇനി സംഭവിക്കാനിരിക്കുന്നതും ആയ കാര്യങ്ങളാണ്. അതായത് യോഹന്നാൻ ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ കാണിച്ചു കൊടുത്തു. ഇപ്പോൾ ഉള്ളതും ഇനി സംഭവിക്കാനുള്ളതും. അതായത് ഇനി സംഭവിക്കാനുള്ള കാര്യങ്ങളിനകത്ത് സഭയില്ല. അതെപ്പോഴാണ് തുടങ്ങുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യോഹന്നാൻ റെവലേഷന്റെ 4:1 യോഹന്നാൻ പത്മോസ് ദ്വീപിൽ ഇരുന്നാണ് ഇത് കാണുന്നതെങ്കിൽ അത് കഴിഞ്ഞ് പിന്നീട്
ഇവിടെ കയറി വരിക എന്നൊരു ശബ്ദം കേൾക്കുന്നു. അപ്പൊ ഈ ഇവിടെ കയറി വരിക എന്നുള്ള ശബ്ദം അത് റാപ്ചറിനെയാണ് സൂചിപ്പിക്കുന്നത്. ട്രംപറ്റ് സ്പീക്കിംഗ് സൗണ്ട് ആണ് കേട്ടത്. കാഹളനാദം പോലെ എന്നോട് സംസാരിച്ച് കേട്ട ആദ്യത്തെ ശബ്ദം എന്നോട് ഇവിടെ കയറി വരിക എന്ന് പറയുന്നു. അപ്പൊ ഇവിടെ കയറി വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞേച്ച് അത് റാപ്ചറുമായിട്ടുള്ള സിമിലാരിറ്റി ആദ്യം മനസ്സിലാക്കുക. 1 തെസ്സലോനിക്കലിനകത്ത് റാപ്ചറിനകത്ത് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള വേദഭാഗമുണ്ട്. അതിനകത്ത് ഇതേ സെയിം വേർഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോട്, അതായത് അതേ കാഹളത്തെ പറ്റിയാണ് ഇവിടെ സംസാരിക്കുന്നതെന്നാണ് പ്രവചനം പഠിപ്പിക്കുന്ന ആൾക്കാർ പറയുന്നത്. ആ കാഹളം അതായത് യോഹന്നാനോട് ഇവിടെ കയറി വരിക എന്ന് പറഞ്ഞു വെച്ച് മേലിൽ സംഭവിക്കാനുള്ള കാര്യങ്ങളാണ്. എന്നോട് ഇവിടെ കയറി വരിക, മേലാൽ സംഭവിക്കാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ അത് കഴിഞ്ഞേച്ച് പിന്നീട് സഭ എന്ന വാക്കില്ല, അതായത് മണവാട്ടി എന്നോ ചർച്ച് എന്നോ വേർഡ് അവിടെ യൂസ് ചെയ്തിട്ടില്ല എന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ വെളിപാട് പുസ്തകത്തിന്റെ ആദ്യത്തെ അധ്യായത്തിൽ അത് വായിക്കാം നമുക്ക്. നിങ്ങളുടെ സഹോദരനും യേശുവിന്റെ കഷ്ടതയിലും രാജ്യത്തിലും സഹിഷ്ണുതയിലും കൂട്ടാളിയുമായ യോഹന്നാൻ എന്ന ഞാൻ ദൈവവചനവും യേശുവിന്റെ സാക്ഷ്യവും നിമിത്തം പത്മോസ് എന്ന ദ്വീപിൽ ആയിരുന്നു. കർത്തൃ ദിവസത്തിൽ ഞാൻ ആത്മവിവശനായി നീ കാണുന്നത് ഒരു പുസ്തകത്തിൽ എഴുതി എഫെസസ്, മുർണ, പെർഗമോസ്, തുയത്തോര, സർദീസ്, ഫിലാഡൽഫിയ, ലവോദിക്ക എന്ന 7 സഭകൾക്കും അയക്കുക എന്നിങ്ങനെ കാഹളത്തിനൊത്ത ഒരു മഹാനാദം എന്റെ പുറകിൽ കേട്ടു. എന്നോട് സംസാരിച്ച നാദം എന്തെന്ന് കാണുവാൻ ഞാൻ തിരിഞ്ഞപ്പോൾ 7 പൊൻവിളക്കുകളുടെയും നിലവിളക്കുകളുടെയും നടുവിൽ നിലയങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടിയവനായി മനുഷ്യപുത്രനോട് സദൃശനായവനെ കണ്ടു. ഇത് യേശുക്രിസ്തുവിനെയാണ് കാണുന്നത്. ഇത് എവിടെ വെച്ചാണ് കാണുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കണ്ടു പത്മോസ് ദ്വീപിലാണ്. പിന്നീട് അതിന്റെ 1:20 യേശുക്രിസ്തു തന്നെ ഇതെന്താണ് കാണുന്നത് എന്നുള്ളത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അത് വായിക്കാം. എന്റെ വലങ്കയിൽ കണ്ട 7 നക്ഷത്രത്തിന്റെ മർമ്മവും 7 പൊൻവിളക്കിന്റെ വിവരവും എഴുതുക. 7 നക്ഷത്രവും 7 സഭകളുടെ ദൂതന്മാരാകുന്നു, 7 നിലവിളക്ക് 7 സഭകളാകുന്നു എന്ന് കൽപ്പിച്ചു. അതായത് നമ്മൾ കണ്ടു യോഹന്നാന് ഭൂമിയിൽ വെച്ച് പത്മോസ് ദ്വീപിൽ വെച്ചാണ് 7 നക്ഷത്രങ്ങള് 7 നിലവിളക്ക് കാണുന്നത്. പിന്നീട് ഈ 7 നിലവിളക്കിനെ പറ്റി മെൻഷൻ ചെയ്യുന്നത് വെളിപാട് പുസ്തകത്തിന്റെ തന്നെ 4-ലാണ്. പിന്നീട് നമ്മൾ ഈ 7 ദീപങ്ങൾ കാണുന്നത് വെളിപാട് പുസ്തകത്തിന്റെ 4:5-ലാണ്. അത് സ്വർഗത്തിൽ ദൈവത്തിന്റെ സിംഹാസനത്തിന്റെ മുൻപിൽ കാണുന്നത്, ബേണിംഗ് ബിഫോർ ദ ത്രോൺ. അതായത് ഇത് സഭയെ പ്രതിനിധീകരിക്കുന്നുവെന്ന്, 7 ചർച്ചുകളെ പ്രതിനിധീകരിക്കുന്നെന്ന് യേശുക്രിസ്തു ഇവിടെ വെച്ച് പത്മോസ് ദ്വീപിൽ വെച്ച് പറഞ്ഞ് 7 നിലവിളക്കുകളെ പിന്നീട് കാണുന്നത് ഡയറക്റ്റ് ത്രോണിന്റെ മുന്നിലാണ്, അതായത് ദൈവത്തിന്റെ സിംഹാസനത്തിന്റെ മുൻപിലാണ് ഇത് കാണപ്പെടുന്നത്. അടുത്ത പോയിന്റ് നമുക്കറിയാം, 24 മൂപ്പന്മാരെ പറ്റി പ്രതിപാദിക്കുന്നുണ്ട്. ഈ 24 മൂപ്പന്മാരെന്നുള്ളത് ക്രിസ്തീയ സഭയാണ് പ്രതിനിധീകരിക്കുന്നതെന്ന് ഒരുപോലെ എല്ലാ പ്രവചന പണ്ഡിതന്മാരും അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്. ഈ 24 മൂപ്പന്മാരെ കാണുന്നത് സന്ദർഭം ഒന്ന് വായിച്ചു നോക്കാം. സിംഹാസനത്തിന്റെ ചുറ്റിലും 24 സിംഹാസനം, വെള്ളയുടുപ്പ് ധരിച്ചുകൊണ്ട് സിംഹാസനത്തിൽ ഇരിക്കുന്ന 24 മൂപ്പന്മാർ, അവരുടെ തലയിൽ പൊൻകിരീടം. ഈ 24 മൂപ്പന്മാര് വീണ്ടെടുക്കപ്പെട്ട ക്രിസ്ത്യാനികളെയാണ് ഇത് കാണിക്കുന്നതെന്നുള്ളത്. ഇവർ ഓൾറെഡി റെവലേഷന്റെ 4-നകത്ത് ഇവരെ പ്രതിപാദിക്കുന്നുണ്ട്. ഇവരവിടെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് കുഞ്ഞാട് മുദ്ര പൊട്ടിക്കുന്നതിന് മുൻപേ തന്നെ ഇവരവിടെ ചെന്നിരിപ്പുണ്ട്. അതായത് കുഞ്ഞാട് മുദ്ര പൊട്ടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ മുദ്ര പൊട്ടിക്കുമ്പോൾ നമുക്കറിയാം അന്ത്യക്രിസ്തുവിന്റെ പ്രവേശമാണ്. അതോടുകൂടിയാണ് 7 കൊല്ലത്തെ മഹോദരവകാലം തുടങ്ങുന്നത്. അപ്പൊ അതിനു മുൻപേ തന്നെ ഓൾറെഡി സഭ അവിടെ സ്വർഗത്തിലുണ്ടെന്നുള്ളത് സിംബോളിക്കായിട്ട് ഇവിടെ പറഞ്ഞു തരുന്നുണ്ട്. അതുപോലെ തന്നെ യേശുക്രിസ്തുവിന്റെ 2ാമത്തെ ഒലിവുമലയിൽ വരുന്നതിന് മുൻപേ തന്നെ അനേക കാര്യങ്ങൾ അവിടെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഓരോന്നോ ഇവിടെ യേശുക്രിസ്തു ഒലിവുമലയിൽ വരുന്നതിന് മുൻപേ തന്നെ അവിടെ കുഞ്ഞാടിന്റെ കല്യാണവും നടക്കുന്നു, സദ്യയും നടക്കുന്നു, വിവാഹ വിരുന്നും നടക്കുന്നു. അതുപോലെ തന്നെ അവിടെ ന്യായവിധിയും എല്ലാം നടക്കുന്നതായിട്ടുണ്ട്. നമുക്ക് അതിന്റെ ഭാഗങ്ങൾ മാത്രം പെട്ടെന്ന് പരിശോധിച്ച് നോക്കാം. നാം സന്തോഷിച്ചും ഉല്ലസിച്ചും അവന് മഹത്വം കൊടുക്കുക. കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ ഓൾറെഡി, അതായത് 2ാമത്തെ വരവിന് മുന്നേ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അവന്റെ കാന്തയും തന്നെ ഒരുക്കുന്നു. അതായത് കാന്ത സ്വർഗത്തിൽ തന്നെയാണ് കാണപ്പെടുന്നത്. അവൾക്ക് ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചിരിക്കുന്നു. ആ വിശേഷ വസ്ത്രം വിശുദ്ധന്മാരുടെ നീതി പ്രവർത്തികൾ തന്നെ. നമുക്കറിയാം, നമ്മൾ വിശ്വാസത്താലാണ് രക്ഷിക്കപ്പെട്ട് സ്വർഗത്തിൽ ചെല്ലുന്നത്. പിന്നീട് അവിടെ ശുഭ്രവസ്ത്രം, അതായത് ഓൾറെഡി അവിടുത്തെ ജഡ്ജ്മെന്റ് കഴിഞ്ഞിട്ട് വിശേഷ വസ്ത്രം, അതായത് ജഡ്ജ്മെന്റിന്റെ റിവാർഡ്സും അവിടെ കൊടുത്തു കഴിഞ്ഞു എന്നുള്ള നമുക്ക് മനസ്സിലാകും. എന്താണ് ജഡ്ജ്മെന്റ് എന്ന് നമുക്ക് നോക്കാം. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്ത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം
എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുൻപാകെ വെളിപ്പെടേണ്ടതാണ്. ഈ ന്യായാസനത്തിന്റെ മുൻപിൽ നമ്മൾ നിൽക്കുമ്പോൾ നമ്മൾ വിശ്വാസത്താൽ രക്ഷിക്കപ്പെടുന്നു. അവിടെ ചെന്നേച്ച് പിന്നെ നമുക്കറിയാം, സ്വർഗത്തിൽ വലിയവനും ഉണ്ട് ചെറിയവനും ഉണ്ട്. പിന്നെ ഓരോരുത്തരും അവനവന്റെ പ്രവൃത്തിക്ക് അനുസരിച്ച് അത് പ്രവൃത്തി തീയിൽ കൂടെ കടത്തി വിടുമെന്നാണ്. അപ്പോൾ പക്ഷെ നമ്മളെ ഓൾറെഡി നമ്മൾ സ്വയം രക്ഷപ്പെട്ടു. പക്ഷെ നമ്മുടെ വലിപ്പച്ചെറുപ്പം എന്തെന്ന് മനസ്സിലാകുന്ന അവിടെ ചെല്ലുമ്പോഴാണ്. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത്, ഓരോരുത്തൻ പ്രവൃത്തി ഇന്ന വിധമെന്ന് തീ തന്നെ ശോധന ചെയ്യും. ഒരുത്തൻ പണിത പ്രവൃത്തി നിലനിൽക്കുമെങ്കിൽ അവന് പ്രതിഫലം കിട്ടും. ഒരുത്തന്റെ പ്രവൃത്തി വെന്തു പോയെങ്കിൽ അവന് ഛേദം വരും, താനോ രക്ഷിക്കപ്പെടും. ഈ ഛേദം വരുമെന്ന് വിചാരിക്കുമ്പോൾ കൊല്ലപ്പെടുക എന്നല്ല ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇംഗ്ലീഷ് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. ഇഫ് ഹിസ് വർക്ക് ഈസ് ബേൺഡ് അപ്പ് ഹി വിൽ സഫർ ദ ലോസ്. നഷ്ടമുണ്ടാകും. ഹൗവർ ഹി വിൽ ബി സേവ്ഡ് ദോ ഇറ്റ് വിൽ ബി ലൈക്ക് ഗോയിങ് ത്രൂ എ ഫയർ. നമ്മൾ കണ്ടു, ജഡ്ജ്മെന്റ് നടന്നു കഴിഞ്ഞു, വെണ്മ വസ്ത്രം കൊടുത്തു കഴിഞ്ഞു, വിവാഹം, അതായത് സ്വർഗത്തിൽ മണവാട്ടിയുമായിട്ടുള്ള വിവാഹവും കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് യേശുക്രിസ്തു റെവലേഷന്റെ 19 അനന്തരം സ്വർഗം തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. ഒരു വെള്ളക്കുതിര പ്രത്യക്ഷമായി. അതിന്മേൽ ഇരിക്കുന്നവന് വിശ്വസ്തനും സത്യവാനും എന്നും പേർ. അവൻ നീതിയോടെ വിധിക്കുകയും പോരാടുകയും ചെയ്യുന്നു. അവന്റെ കണ്ണ് അഗ്നിജ്വാല, തലയിൽ അനേകം രാജമുടികൾ, എഴുതിയിട്ടുള്ള ഒരു നാമം അവനുണ്ട്. അത് അവനല്ലാതെ ആർക്കും അറിഞ്ഞുകൂടാ. അവൻ രക്തം തളിച്ച് ഉടുപ്പ് ധരിച്ചിരിക്കുന്നു. അവന് ദൈവവചനം എന്ന് പേർ പറയുന്നു. സ്വർഗത്തിലെ സൈന്യം നിർമ്മലവും ശുഭ്രമായ വിശേഷ വസ്ത്രം ധരിച്ച് വെള്ളക്കുതിരപ്പുറത്ത് കയറി അവനെ അനുഗമിച്ചു. ഇത് ഇവിടെ ഉണ്ട്. സ്വർഗത്തിലെ സൈന്യം എന്ന് പറയുന്ന സഭയാണ്. ഓൾറെഡി സഭ രണ്ടാമത്തെ വരവിന് യേശുക്രിസ്തുവിന്റെ കൂടെ, ഇത് മണവാളനായിട്ടല്ല വരുന്നത്. ഇതിനകത്തെ വർണ്ണനങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം, രക്താംബരം ധരിച്ചാണ് വരുന്നത്. ഒലിവുമലയിൽ വരുന്ന വരവിനകത്ത് ഓൾറെഡി സഭ കൂട്ടത്തിൽ വരുന്നുണ്ട്. നമ്മൾ കണ്ടു, ബ്രൈഡ് ഓൾറെഡി റിവാർഡ് ചെയ്ത് കഴിഞ്ഞു, മാരേജ് സപ്പർ നടന്നു കഴിഞ്ഞു എന്ന് മനസ്സിലാകും. നാം സന്തോഷിച്ചുല്ലസിക്കുക, അവന് മഹത്വം കൂടെ. കുഞ്ഞാടിന്റെ കല്യാണവും വന്നു, കല്യാണ സദ്യക്ക് ക്ഷണിക്കപ്പെട്ടവരും ഓൾറെഡി ഇവിടെ ഉണ്ടെന്ന് മനസ്സിലായി. ഇത് റെവലേഷന്റെ 19:7-8 അത് കഴിഞ്ഞിട്ടാണ് യേശുക്രിസ്തു ഇവിടെ 19:11-14 യേശുക്രിസ്തു ഇവിടോട്ട് വരുന്നത്. അതായത് ഈ സംഭവങ്ങളെല്ലാം സ്വർഗത്ത് കഴിയേണ്ട സംഭവങ്ങളെല്ലാം കഴിഞ്ഞിട്ടാണ് ഇവിടെ വരുന്നത് എന്നുള്ള മനസ്സിലാക്കാം. അതുപോലെ തന്നെ 14-ാമത്തെ പോയിന്റ് ഇതാണ്. നമ്മളറിയാം, ഒലിവുമലയിൽ യേശുക്രിസ്തു വരുമ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ മണവാട്ടിയും വിശുദ്ധന്മാരും കൂടെ വരണം. അതായത് ഇവിടുന്ന് പോയിട്ടുണ്ടെങ്കിലേ തിരിച്ചു വരുവുള്ളൂ എന്നുള്ളത് ഉറപ്പാണ്. അതായത് അതിനു മുന്നേ ഇവിടുന്ന് പോകണം എന്നുള്ളത്, അതിനെപ്പറ്റി വചനം മനസ്സിലാക്കാം. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. എന്ത് വ്യക്തമായിട്ട്, അതായത് യേശുക്രിസ്തു ഒലിവുമലയിൽ വരുന്ന സമയത്ത് തേജസ്സിൽ നമ്മളും കൂട്ടത്തിൽ വെളിപ്പെടും. അതായത് ഭൂമിയിൽ യേശുക്രിസ്തു മരിച്ച ആൾക്കാർ ഉയർത്തെഴുന്നേറ്റ് പിന്നെ ജീവനോട്ടിരിക്കുന്ന ആൾക്കാര് യേശുക്രിസ്തുവിനോട് മധ്യാകാശത്ത് കണ്ട് പിന്നീട് അവിടെ ചെന്ന് ന്യായവിധിയും ഒക്കെ കഴിഞ്ഞ് യേശുക്രിസ്തുവായിട്ട് തിരിച്ച് ഒലിവുമലയിൽ വരുന്ന കാര്യമാണ് എഴുതിയിരിക്കുന്നത്. ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. അതുപോലെ തന്നെ വേറൊരു വചനം വായിക്കാം. ആദാം മുതൽ 7-ാമനായ ഹാനോക്കും അവരെ കുറിച്ച്, ഇതാ കർത്താവ് എല്ലാവരെയും വിധിപ്പാനും അവർ അഭക്തിയോട് ചെയ്ത ഭക്തിവിരുദ്ധമായ സകല പ്രവൃത്തികളും നിമിത്തം, ഭക്തികെട്ട പാപികൾ തന്റെ നേരെ പറഞ്ഞ സകല നിഷ്ഠൂരകൾ നിമിത്തം ഭക്തികെട്ടവരെ ഒക്കെയും ബോധം വരുത്തുവാനും 1000 വിശുദ്ധന്മാരോടുകൂടെ വന്നിരിക്കുന്നു. മാലാഖമാരോടുകൂടെ എന്നല്ല, വിശുദ്ധന്മാരാരാണ്? വിശുദ്ധന്മാര് മറ്റുള്ളിടത്തൊക്കെ നമുക്കറിയാം, വെള്ളവസ്ത്രം ധരിച്ച വിശുദ്ധൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമി വസിച്ചിരുന്ന ജനങ്ങളാണ്. ഇവര് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് തിരിച്ചു വരവ് നടക്കുള്ളൂ. വേറൊരു സ്ഥലത്ത് നമ്മൾ മുമ്പേ വായിച്ചു, സ്വർഗത്തിലെ സൈന്യം നിർമ്മലവും ശുഭ്രമായ വിശേഷ വസ്ത്രം ധരിച്ച് വെള്ളക്കുതിരപ്പുറത്ത് കയറി അവനെ അനുഗമിച്ചു. എന്തിനാണ് അനുഗമിക്കുന്നത്? നമ്മൾ ഇവിടെ ഒലിവുമലയിൽ യേശുക്രിസ്തുവിന്റെ കൂടെ വരികയാണ്. അപ്പോഴാണ് ഇവിടെ മഹോദരകാലം നടക്കുന്നത്. അതുപോലെ തന്നെ യേശുക്രിസ്തു നമ്മളോട് ബുദ്ധിയുള്ള കന്യകമാരുടെ പാരബിൾ പഠിച്ചപ്പോൾ അതിനകത്ത് കഴിഞ്ഞ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു, 7 ദിവസം ബ്രൈഡൽ ചേംബറിലായിരിക്കണം. യഹൂദന്റെ വിവാഹം അനുസരിച്ച് മണവാട്ടിയെ അബ്ഡക്ട് ചെയ്തുകൊണ്ട് പോയിട്ട് 7 ദിവസം മണവാളൻ മണവാട്ടിയോടൊട്ട് ബ്രൈഡൽ ചേംബറിലായിരിക്കണം. അപ്പോൾ നമുക്കറിയാം, കുറഞ്ഞ പക്ഷം 7 ദിവസം എന്നുള്ളത് ഇവിടെ 7 വർഷമായിരിക്കണം ഈ മഹോദരകാലം എന്നുള്ളത്. അപ്പോൾ സെക്കൻഡ് കമ്മിങ്ങിനോട് കൂടെയാണ് ബ്രൈഡ് എങ്കിൽ അവിടെ പിന്നീട് രണ്ടാമത് സ്വർഗത്തിൽ പോകുന്നതിനെ പറ്റി ഒന്നും എഴുതിയിട്ടില്ല. പോസ്റ്റ് ട്രിബുലേഷന്റെ ഒരു ആശയക്കുഴപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യഹൂദന് വേണ്ടിയാണ് യേശുക്രിസ്തു രണ്ടാമത് വരുന്നത് നമ്മൾ കണ്ടു. യഹൂദൻ വരണമെന്നുണ്ടെങ്കിൽ അത് കണ്ടീഷണൽ കമ്മിങ് ആണ്. അതിനുവേണ്ടി മുൻപേ കുറച്ച് കാര്യങ്ങൾ നടന്നിരിക്കണം. ആ കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടാണ്, ഒന്നുകൂടെ ഡിസ്കസ് ചെയ്യാം. അവർ കുറ്റമേറ്റു പറഞ്ഞ് എന്റെ മുഖം അന്വേഷിക്കുമ്പോഴും ഞാൻ മടങ്ങിപ്പോയി എന്റെ സ്ഥലത്ത് ഇരിക്കും. കഷ്ടതയിൽ അവർ എന്നെ ജാഗ്രതയോടെ അന്വേഷിക്കും. അതായത് ദൈവത്തിന്റെ രണ്ടാമത്തെ വരവിന് മുന്നേ നിറവേറേണ്ട 2-3 കാര്യങ്ങളിലുണ്ട്.
ഒന്ന്, കഷ്ടതകൾ വരണം. അതുപോലെ തന്നെ അവർ കുറ്റമേറ്റു പറഞ്ഞ് എന്റെ മുഖം അന്വേഷിക്കണം. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ അതോ ജാഗ്രതയോടെ അവർ അന്വേഷിക്കുമ്പോൾ ഞാൻ മടങ്ങിപ്പോയി എന്റെ സ്ഥലത്തിരുന്ന് വെച്ച് തിരിച്ചു വരും. അവർ എന്നെ ജാഗ്രതയോടെ അന്വേഷിക്കും. അത്ര കാലം ഞാൻ തിരിച്ചു ദൈവത്തിന്റെ വലതുഭാഗത്ത് പോയി ഇരിക്കുമെന്നുള്ളത് വചനം പറയുന്നു. അതായത് ഇതുകൊണ്ടാണ് വലതുവശത്തെ കള്ളനുമൊക്കെ രക്ഷിക്കപ്പെട്ട പോലെ രക്ഷയുടെ ഏറ്റവും കുറഞ്ഞ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, കുറ്റമേറ്റു പറയുക, യേശുക്രിസ്തുവിന്റെ മുഖം അന്വേഷിക്കുക, അതായത് യേശുക്രിസ്തുവിനെ ഏറ്റുപറയുക. ഇത്രയും കാര്യങ്ങൾ ഇസ്രായേൽ ചെയ്യാത്തിടത്തോളം കാലം ഇസ്രായേൽ തന്നെ ഇത് ചെയ്യണം. അതിനുള്ള സാഹചര്യങ്ങൾ ദൈവം ഒരുക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. എങ്ങനെയാണ് ഇതിനെപ്പറ്റിയുള്ള വേറെ വചനങ്ങളുണ്ട്, നമുക്കത് വായിക്കാം. പിന്നെ അവൻ തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞത്, നിങ്ങൾ ദിവസം കാണുവാൻ ആഗ്രഹിക്കുന്ന കാലം വരും, കാണുകയില്ല താനും. അതായത് യഹൂദനോട് പറഞ്ഞിരിക്കുക, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ദിവസം വരും, പക്ഷെ കാണാൻ പറ്റുകയില്ല. എന്താണ് ആഗ്രഹിക്കുന്ന ദിവസം വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര വലിയ പീഡകളാണ് വരുന്നത്. ആ പീഡകളിൽ ഇനിയെങ്കിലും ദൈവമേ നീ അനേക നൂറ്റാണ്ടുകളായിട്ട് വാഗ്ദത്തം ചെയ്ത മശിഹായെ തരാൻ വേണ്ടി അവര് ആഗ്രഹിക്കുന്ന ഒരു ദിവസം വരും, പക്ഷെ വരത്തില്ല. യേശുക്രിസ്തു വരത്തില്ല. അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ എന്ന് നിങ്ങൾ പറയുവോളം നിങ്ങൾ ഇനി എന്നെ കാണുകയില്ല. അതായത് യേശുക്രിസ്തുവിനെ അംഗീകരിക്കുന്നിടം വരെ നിങ്ങൾ എന്നെ കാണുകയില്ലെന്നുള്ള യേശുക്രിസ്തു തന്നെ പറഞ്ഞിരിക്കുകയാണ്. അതുപോലെ തന്നെ യേശുക്രിസ്തുവിന്റെ ന്യായവിധി സമയത്ത് പറഞ്ഞ കാര്യമാണ്. യേശു അവനോട്, ഞാനാകുന്നു ഇനിയും മനുഷ്യപുത്രൻ സർവശക്തന്റെ വലതുഭാഗത്ത് ഇരിക്കുന്നതും ആകാശ മേഘങ്ങളെ വാഹനമാക്കി വരുന്നത് നിങ്ങൾ കാണുമെന്ന് ഞാൻ പറയും. ഇത് റാപ്ചറുമായിട്ട് ബന്ധമില്ല. ഇത് രണ്ടാമത്തെ വരവിനകത്താണ് ഈ സംഭവങ്ങളെല്ലാം നടക്കുന്നത്. അത് എങ്ങനെയാണ് നടക്കുന്നതെന്ന് കഴിഞ്ഞ പ്രാവശ്യത്തെ ക്ലാസ്സിൽ നമ്മൾ കണ്ടു. ഇപ്രാവശ്യം കൂടുതൽ വചനങ്ങൾ ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഞാൻ യെരുശലേമിനെ ചുറ്റുമുള്ള സകല ജാതികൾക്കും ഒരു പരിഭ്രമ പാത്രമാക്കും. യെരുശലേമിന്റെ നിരോധനത്തിങ്കിൽ അത് യഹൂദയ്ക്കും വരും. അന്നാളിൽ ഞാൻ യെരുശലേമിനെ ജാതികൾക്ക് ഭാരമുള്ള കല്ലാക്കി വെക്കും. അതിനെ ചുമക്കുന്നവരൊക്കെയും കഠിനമായ മുറിവേൽക്കും. ഭൂമിയിലെ സകല ജാതികളും അതിന് വിരോധമായി കൂടി വരും. ഇത് ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിൽ കലാശിക്കും. നമുക്ക് അറിയാം, പേപ്പറിലൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. യെരുശലേം ഓൾറെഡി ഒരു ഭാരമുള്ള കല്ലാണ്. ചുറ്റും കിടക്കുന്ന ഇസ്ലാമിക് കൺട്രികളൊക്കെ ഇസ്രായേലിനെ തുടച്ചു നീക്കുവാൻ വേണ്ടിയാണ് ഈ ബഹളങ്ങളൊക്കെ നടക്കുന്നത്. ഇതെല്ലാം ദൈവം മുൻകൂട്ടി അനേക നൂറ്റാണ്ടുകൾക്ക് മുൻപേ തന്നെ എഴുതി വെച്ചിരിക്കുകയാണ്. ഇത് പലപ്പോഴും നമുക്ക് മനസ്സിലാകാതെ പോവുകയാണ് ചെയ്യുന്നത്. യെരുശലേമിനെ ഭാരമുള്ള കല്ലാക്കി കഴിഞ്ഞു ഓൾറെഡി. ഇനി ഇതിനു വേണ്ടി ഒരു യുദ്ധം നടക്കും. ഈ യുദ്ധത്തില് അനേക യഹൂദൻ കൊല്ലപ്പെടും. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കണ്ടു. എന്നാൽ സർവ്വദേശത്തിൽ 2/3 അംശം ഛേദിക്കപ്പെട്ട് പ്രാണനെ വിടും. 1/4 അംശം ശേഷിച്ച് ഈ ഒരു ശേഷിപ്പിനെ യേശുക്രിസ്തുവിന്റെ വചനം അവർ മനസ്സിലാക്കി അവര് പെട്രായി പോയി ഒളിച്ചിരിക്കുന്ന മലമുകളിലോട്ട് ഓടിക്കോളാൻ പറഞ്ഞു. ആ പെട്രായി ഒളിച്ചിരിക്കുന്ന ഒരു 1/3 അംശത്തെ മാത്രമേ ഇനി ഈ ശേഷിപ്പ് തിരിച്ചു വരുള്ളൂ. എന്തുകൊണ്ടാണ് ഇവരെ ദൈവം ഇങ്ങനെ ഒരുക്കുന്നത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടു. നിന്റെ രക്ഷയുടെ ദൈവത്തെ നീ മറന്നു, നിന്റെ ബലമുള്ള പാറയെ ഓർക്കാതിരുന്നു. എന്താണ് നമ്മളറിയാം, കല്ലെന്നൊക്കെയാണ് യേശുക്രിസ്തുവിനെ പഴയ നിയമത്തില് പാറ, മൂലക്കല്ല് ഇങ്ങനെയെല്ലാം പറഞ്ഞിരിക്കുന്ന യേശുക്രിസ്തുവിനാണ്. ഈ യേശുക്രിസ്തുവിനെ ഇവർ മറന്നു. അപ്പൊ ഇവരെ ഉരുക്കിയാണ് ഇവർക്ക് ഇങ്ങനെ ഒരു അവസരം കൊടുക്കുന്നത്. നമ്മുടെ ചുറ്റും ഇതൊക്കെ നടക്കുന്നുണ്ട്, പക്ഷെ നമ്മൾ പലപ്പോഴും മനസ്സിലാകാതെ പോവാണ്. കഴിഞ്ഞ ദിവസത്തെ പേപ്പറിലാണ് ഇറാനുമായിട്ട് അമേരിക്കയും മറ്റും സഖ്യകക്ഷികളൊക്കെ അവരുമായിട്ട് കരാർ ചെയ്തത്. എന്താണ്, ഇസ്രായേലില് പോകുന്ന ഇസ്രായേലും സൗദിയും ഇവർക്ക് ലിബർട്ടി കൊടുക്കരുതെന്ന് പറഞ്ഞു. പക്ഷെ ഇറാന് ഓൾറെഡി ഫ്രീഡം കൊടുത്തു കഴിഞ്ഞു. ഇറാൻ ഇപ്പൊ ഓൾറെഡി അവരുടെ അണുവായുധങ്ങളും എല്ലാമായിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ്. വരാൻ പോകുന്ന ഒരു യുദ്ധത്തിനകത്തെ ലീഡർ റോളാണ് ഇറാനുള്ളത്. ഗോഗ് മാഗോഗ് യുദ്ധം എന്ന് പറഞ്ഞ് എസെക്കിയേൽ പ്രവചനത്തിന്റെ 38-39 ഗോഗ് മാഗോഗ് യുദ്ധം എന്ന് പറഞ്ഞ് ചുറ്റുപാടും കിടക്കുന്ന ഇസ്ലാമിക് കൺട്രികള് യഹൂദനെതിരെ വരുന്ന ഒരു യുദ്ധമുണ്ട്. ആ യുദ്ധത്തിനകത്ത് മെയിൻ ആളാണ് ഇറാൻ എന്ന് പറയുന്നത്. ഇവിടെ വായിച്ചു നോക്കാം. എസെക്കിയേൽ പ്രവചനത്തിന്റെ 38:5 അവരോടുകൂടെ ഒട്ടൊഴിയാതെ പരിചയം തലക്കോരിയും ധരിച്ച പാഴ്സികൾ. ഈ പാഴ്സികൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, കഴിഞ്ഞ ഒരു 50 വർഷം മുൻപേ വരെ ഇറാൻ എന്നുള്ള രാജ്യത്തിന്റെ പേര് പേർഷ്യ എന്നായിരുന്നു. അതാണ് ഈ പാഴ്സികൾ. ഇത് ദൈവം ഏകദേശം 2500 വർഷം മുൻപേ തന്നെ എഴുതി വെച്ചിരിക്കുകയാണ്. ഈ ചുറ്റുപാടും കിടക്കുന്ന എല്ലാ രാജ്യങ്ങളും ഇന്ന് ഇസ്ലാമിക് കൺട്രികളാണ്. ഇവരുടെ ഈ ചുറ്റുപാടുകളെല്ലാം, ഇതിന്റെ സാഹചര്യങ്ങളെല്ലാം റെഡി ആയി കഴിഞ്ഞു. ഈ സഭ ഇവിടുന്ന് മാറ്റപ്പെട്ട് കഴിഞ്ഞിട്ട് ഈ യുദ്ധങ്ങളൊക്കെ നടക്കും. നമ്മൾ പലപ്പോഴും ഇത് ചിന്തിക്കുന്നത്, ഇന്നത്തെ മീഡിയ ഒക്കെ ഇന്ന് യഹൂദനെ ഭയങ്കര കുറ്റവാളിയായിട്ടാണ് ചിത്രീകരിക്കുന്നത്. അത് മീഡിയയുടെ കുറ്റമല്ല, ദൈവം തന്നെ കണ്ണുകൾ അടപ്പിച്ചിരിക്കുകയാണ്. നമ്മുടെ മനസ്സിലാക്കുന്ന യഹൂദൻ ചുറ്റുകിടക്കുന്ന മുസ്ലിം രാജ്യങ്ങളെ ആക്രമിക്കുന്നു, അവരുടെ മക്കളെയൊക്കെ കൊന്നെടുക്കുന്നതൊക്കെയാണ്. ഇത് നിങ്ങൾ കണ്ടു കാണും. ഇറാനിലെ അപ്പൊ അത് കൊല്ലുകയാണെന്നാണ്. ആക്ച്വലി അവിടെ സംഭവിക്കുന്നത് തിരിച്ചാണ്. ഇത് ദൈവം മുന്നമേ തന്നെ പറഞ്ഞിരിക്കുകയാണ്. ദൈവം ഉരുക്കാൻ വേണ്ടി
മറ്റുള്ള രാജ്യങ്ങൾക്ക് ഇസ്രായേൽ രാജ്യങ്ങളുടെ കണ്ണിൽ ഒരു കരടായി തീരുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഇവരെ ദൈവം ഉരുക്കി രക്ഷിക്കുകയാണ്. ഇതെന്തുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും മനസ്സിലാക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിഭക്ഷണത്താലും മദ്യപാനത്താലും ഒക്കെ ഇങ്ങനെ കിടക്കുമ്പോൾ നമ്മുടെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ യഹോവയുടെ കരവേലകളെ നമ്മൾ വിചാരിക്കുന്നില്ല. യഹോവയുടെ പ്രവൃത്തി അവർ നോക്കുന്നില്ല, അവന്റെ കൈവേലെ വിചാരിക്കുന്നുമില്ല. നമ്മൾ അധികാലത്ത് എഴുന്നേറ്റ് മദ്യം തേടി നടക്കുന്ന ഒരു തലമുറയാണ്. ഈ തലമുറയ്ക്ക് ഇതൊന്നും മനസ്സിലാകാൻ കഴിയാതെ പോവുകയാണ് പലപ്പോഴും ചെയ്യുന്നത്. പറഞ്ഞു വന്ന പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ടീഷനിലാണ്. അതായത് യേശുക്രിസ്തുവിന്റെ ഒലിവുമലയിലുള്ള വരവെന്ന് പറഞ്ഞ് ദാറ്റ് ഇസ് എ കണ്ടീഷണൽ കമ്മിങ്. അല്ലാതെ യേശുക്രിസ്തു അതേസമയം സഭയെ കൊണ്ടുപോകാൻ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോൺ കണ്ടീഷണലാണ്. കള്ളൻ വരുന്ന പോലെയാണ് സഭയെ കൊണ്ടുവരാൻ വരുന്നതെന്നുള്ള അനേക വചനത്തിൽ നമ്മൾ വായിച്ചിട്ടുണ്ട്. റാപ്ചറിനെ പറ്റി പഠിച്ചപ്പോൾ അനേക വചനങ്ങളിലാണ് കള്ളനെ പോലാണ് വരുന്നത്. ഞാൻ കള്ളനെ പോലെ വരും, തന്റെ ലജ്ജ കാണുമാറും നഗ്നനായി നടക്കാതിരിപ്പാൻ തന്റെ ഉടുപ്പ് സൂക്ഷിച്ച് ജാഗരിച്ചു കൊള്ളുന്നവൻ ഭാഗ്യവാൻ. നിനയാത്ത നാഴിയിൽ മനുഷ്യപുത്രൻ വരുന്നതുകൊണ്ട് നിങ്ങൾ ഒരുങ്ങിയിരിപ്പീൻ. ആ കാലം എപ്പോൾ എന്ന് നിങ്ങൾ അറിയായതുകൊണ്ട് സൂക്ഷിച്ചു. അനേക സ്ഥലത്ത് യേശുക്രിസ്തു കള്ളനെ പോലെ വരുന്നതെന്നാണ്. റാപ്ചറിനെ പറ്റിയാണ് ഈ കള്ളനെ പോലെ വരുന്നതെന്ന് പറയുന്നത്. മറ്റേ സ്ഥലത്ത് നമ്മൾ കണ്ടു കണ്ടീഷനിലാണ്. അതായത് യഹൂദൻ കുറ്റമേറ്റ് പറഞ്ഞ് മുഖം അന്വേഷിക്കാതെ യേശുക്രിസ്തു വരികയില്ലെന്നുള്ള വളരെ വ്യക്തമായിട്ട് വചനം പറയുന്നുണ്ട്. പലപ്പോഴും നമ്മൾ എന്തിനു വേണ്ടിയാണ് ഈ ട്രിബുലേഷൻ എന്ന് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഈ കൺഫ്യൂഷൻ മാറിപ്പോകും. നമ്മൾ ആദ്യത്തെ ഒരു വചനത്തിൽ നമ്മൾ പറഞ്ഞു യാക്കോബിന്റെ കഷ്ടകാലം എന്നാണ് ട്രിബുലേഷനെ എസെക്കിയേൽ പ്രവാചകൻ വിളിച്ചിരിക്കുന്നത്. യാക്കോബിന്, അതായത് എക്സ്ക്ലൂസീവ്ലി ഇത് യാക്കോബിന് വേണ്ടിയാണ്. പിന്നെ മുമ്പേ ഒരു കൂട്ടരെ നമ്മൾ കണ്ടു ഭൂമിയിൽ വസിക്കുന്നവരെ പരീക്ഷിക്കേണ്ടതിന് വേണ്ടിയാണ്. സഹിഷ്ണുതയെക്കുറിച്ചുള്ള എന്റെ വചനം നീ കാത്തുകൊണ്ടതിനാൽ ഭൂമിയിൽ വസിക്കുന്നവരെ പരീക്ഷിക്കേണ്ടതിന് ഭൂതലത്തിൽ എങ്ങും വരുവാനുള്ള പരീക്ഷാകാലത്ത് ഞാനും നിന്നെ കാണും. ഞാൻ ആദ്യമേ പറഞ്ഞു ഇതിന്റെ ഗ്രീക്ക് വേർഡ് യൂസ് ചെയ്തിരിക്കുന്ന എർത്ത് ഡൊല്ലേഴ്സ് എന്നാണ് അതിന്റെ ശരിക്കുള്ള വേർഡ് ആക്ച്വലി. അതായത് ഭൂമിക്ക് വേണ്ടി വസിക്കുന്ന ആൾക്കാരാണ് ഒരു കൂട്ടർ. പിന്നീട് എന്ന് പറഞ്ഞാൽ യാക്കോബിന് വേണ്ടിയാണ്, അതായത് ഇസ്രായേലിന് വേണ്ടിയാണ്. ഈ കാര്യം തന്നെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നല്ലൊരു ശതമാനം കൺഫ്യൂഷൻ മാറി. അതായത് എന്തിനു വേണ്ടിയാണ് ദൈവക്രോധം ഈ ഭൂമിയിൽ അയക്കുന്നതെന്ന് ആദ്യം തന്നെ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കൺഫ്യൂഷൻ അങ്ങ് മാറിപ്പോ. അതിനെപ്പറ്റി നമുക്ക് കൂടുതൽ പഠിക്കാം. ദൈവക്രോധം ഇസ്രായേലിന് വേണ്ടിയാണെന്നുള്ളത് നമുക്കറിയാം. യഹൂദനെ ദൈവം ആദ്യം നെബൂഖദ്നേസർ രാജാവ് മുഖാന്തരം ആദ്യത്തെ പ്രവാസത്തിലോട്ട് പോയത് കാര്യമൊക്കെ നമുക്കറിയാം. അത് 70 കൊല്ലത്തേക്കിനാണ് ആദ്യത്തെ പ്രവാസമെന്ന് ദാനിയേൽ മനസ്സിലാക്കിയിട്ട് 70 കൊല്ലം തികയുന്നൊക്കെ ഒരു സമയമാകുമ്പോഴത്തേക്കിന് ദാനിയേൽ പ്രാർത്ഥിക്കാനിരിക്കുന്ന ഒരു അവസരമുണ്ട്. അതായത് ആ പ്രാർത്ഥനയുടെ അന്ത്യത്തിൽ ഗബ്രിയേൽ മാലാഖ വന്നേച്ച് ദാനിയേലിനോട് കാര്യങ്ങൾ പറയാണ്. ദാനിയേലിന്റെ സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴാണ് ഇവിടുന്ന് തിരിച്ചു പോകുന്നത് എന്നുള്ള സംശയം. അതിനുവേണ്ടി ദാനിയേൽ തന്റെ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഗബ്രിയേൽ മാലാഖ വന്നേച്ച് ദാനിയേലിനോട് ഇവിടുന്ന് തിരിച്ചു പോകുന്ന കാര്യം തന്നെയല്ല, ഇനിയും ലോകത്ത് യഹൂദനുമായിട്ട് കംപ്ലീറ്റ് ഡീൽ ചെയ്യുന്ന ഒരു ടൈം ലൈൻ, ഡാനിയൽസ് ടൈം ലൈൻ എന്നാണ് അതിന് പറയുന്നത്. ഈ ഡാനിയൽസ് ടൈം ലൈൻ പറഞ്ഞു കൊടുക്കുകയാണ്. അതിനകത്ത് 6 കാര്യങ്ങളാണ് പറഞ്ഞത്. അതിക്രമത്തെ തടസ്സം ചെയ്ത് പാപങ്ങളെ മുദ്രയിടുവാനും, അകൃത്യത്തിന് പ്രായശ്ചിത്തം ചെയ്ത് നിത്യനീതി വരുത്തുവാനും, ദർശനവും പ്രവചനവും മുദ്രയിടുവാനും, അതിപരിശുദ്ധമായ അഭിഷേകം ചെയ്യുവാനും തക്കവണ്ണം നിന്റെ ജനത്തിനും വിശുദ്ധ നഗരത്തിനും 70 ആഴ്ചവട്ടം നിയമിച്ചിരിക്കുന്നു. അതായത് 6 കാര്യങ്ങളാണ് പറഞ്ഞത്. അതിനകത്ത് അവസാന കാര്യം നോക്കിയാൽ മതി. അതിപരിശുദ്ധമായതിനെ അഭിഷേകം ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും യെരൂശലേം ദേവാലയം നിർമ്മിക്കപ്പെടുകയും അവിടെ യേശുക്രിസ്തു രാജാവായിട്ട് വരികയും ചെയ്യുന്നതിനാണ് അതിപരിശുദ്ധത്തിന് അഭിഷേകം ചെയ്യുവാനും നിന്റെ ജനത്തിനും വിശുദ്ധ നഗരത്തിനും 70 ആഴ്ചവട്ടം. ഈ 70 ആഴ്ചവട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7കളുടെ ഗുണിതങ്ങളാണ്. നമ്മൾ 10, 5 എന്നൊക്കെ പറയുന്ന പോലെ 7കളുടെ ഇതാണ്. അതായത് 70 ആഴ്ചവട്ടം. അതുകൊണ്ട് നീ അറിഞ്ഞു ഗ്രഹിച്ചുകൊണ്ട് എന്തെന്നാൽ യെരൂശലേമിലെ യഥാസ്ഥാനപ്പെടുത്തി പണിയുവാൻ കൽപ്പന പുറപ്പെടുന്നത് മുതൽ അഭിഷിക്തനായ ഒരു പ്രഭു വരെ 7 ആഴ്ചവട്ടം. അതായത് ഒരു കൽപ്പന ഇതിനകത്ത് നെഹമ്യാവിന്റെ പുസ്തകത്തിനകത്തും മറ്റും 4, 5 കൽപ്പനകളുണ്ട്. അതിനകത്ത് യെരൂശലേമിനെ പണിയാൻ പുറപ്പെട്ട ഒരു കൽപ്പനയുണ്ട്. ആ കൽപ്പന മുതൽ പിന്നീട് ബ്രേക്കപ്പ് ആണ്. യെരൂശലേമിനെ യഥാസ്ഥാനത്തിൽ പണിയുവാൻ അഭിഷിക്തനായ ഒരു പ്രഭു വരെ 7 ആഴ്ചവട്ടം. 62 ആഴ്ചവട്ടം കൊണ്ട് അതിനെ വീതിയും കിടങ്ങളുമായി കഷ്ടകാലത്തിൽ തന്നെ വീണ്ടും പണി. അതായത് 7+62 ഇത്രയും ആഴ്ചവട്ടം. അതായത് ആദ്യത്തെ ഒരു ബ്രേക്കപ്പ് 49 ഇയേഴ്സിന്റെ ഒരു ബ്രേക്കപ്പ്, പിന്നീട് 62 ഇയേഴ്സിന്റെ ഒരു ബ്രേക്കപ്പ്, അതായത് 62 × 7 ഇയേഴ്സിന്റെ ബ്രേക്കപ്പ്, അതായത് 434 വർഷത്തിന്റെ ഒരു ബ്രേക്കപ്പ്. അത് 62 ആഴ്ചവട്ടം കൊണ്ട് അതിനെ വീതിയും കിടങ്ങളുമായി കഷ്ടകാലത്തിൽ തന്നെ വീണ്ടും പണിയും. അതായത് യെരൂശലേം ദേവാലയ പണിയുന്നതിന്റെ കാര്യമാണ്. അതായത്
അത് കഴിഞ്ഞിട്ട് 62 ആഴ്ചവട്ടം കഴിഞ്ഞിട്ട് അഭിഷിക്തൻ ഛേദിക്കപ്പെടും. യേശുക്രിസ്തു ഈ 62 ആഴ്ചവട്ടം കഴിഞ്ഞ് 62 ആഴ്ചവട്ടം തികയുന്ന അന്ന് യെരുശലേമിൽ കഴുതപ്പുറത്ത് വന്ന് ഈ പ്രവചനം പൂർത്തീകരിക്കുകയാണ് ചെയ്തത്. ഇതിനെപ്പറ്റി പിന്നീട് അനേകം നൂറ്റാണ്ടുകൾക്ക് ശേഷം 1800കളുടെ അവസാന ഘട്ടത്തിൽ സ്കോട്ട്ലാൻഡ് പോലീസിലെ ഒരു ഉദ്യോഗസ്ഥനാണ് ഇതിനെപ്പറ്റി ഈ കണക്കൊക്കെ വളരെ കൃത്യമായിട്ട് ഉണ്ടാക്കി ദ കമ്മിങ് പ്രിൻസ് എന്നും പറഞ്ഞൊരു ബുക്ക് തന്നെ അതിനെപ്പറ്റി എഴുതിയിട്ട് ഇതിന്റെ ആക്യുറസി, ഈ പ്രൊഫസി അത്ര ആക്യുറേറ്റ് ആയിരുന്നു. അനേക യഹൂദന്മാർ ഇന്ന് ക്രിസ്ത്യാനികളാകാനുള്ള കാര്യം ഈ ഒരു പ്രവചനമായിരുന്നു. യേശുക്രിസ്തു അന്ന് കറക്റ്റ് ആ ദിവസം പിന്നീട് മനസ്സിലാക്കി. ഈ നെഹമ്യാവിന് കിട്ടിയ കൽപ്പനയുടെ ദിവസങ്ങളൊക്കെ ബൈബിളിൽ പറയുന്നുണ്ട്. ആ കൽപ്പനയുടെ ദിവസവും യേശുക്രിസ്തുവിന്റെ ക്രൂശൽ മരണത്തിന്റെ ദിവസമായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കറക്റ്റ് ആയിട്ട് ഇത്ര ദിവസം. അപ്പൊ ഇതിനകത്ത് കണക്ക് കൂട്ടേണ്ടതെന്ന് പറഞ്ഞാൽ 360 ദിവസത്തിന്റെ കണക്കാണ്. യഹൂദന്റെ വർഷം എന്ന് പറഞ്ഞാൽ 360. അപ്പൊ ആ കണക്ക് വെച്ച് യേശുക്രിസ്തു അതേ കറക്റ്റ് ദിവസം തന്നെ രാജാവായിട്ട്, ഒരേ ദിവസമാണ് രാജാവായിട്ട് വരുന്നത്. ആ രാജാവായിട്ട് യെരുശലേമിൽ വരുന്നതിന്റെ 4ാമത്തെ ദിവസമാണ് യേശുക്രിസ്തു ക്രൂശിൽ മരിക്കുന്നത്. അപ്പൊ അങ്ങനെ ആദ്യത്തെ ഒരു ബ്രേക്കപ്പ് 62 ആഴ്ചവട്ടം എന്നുള്ളത് കഴിഞ്ഞു. പിന്നീട് അവൻ ആരുമില്ലെന്ന് വരും. അത് യേശുക്രിസ്തു നമുക്കറിയാം ആരുമില്ലെന്ന് വന്നത് യേശുക്രിസ്തു. പിന്നെ വരുവാനിരിക്കുന്ന പ്രഭുവിന്റെ പടജനം നഗരത്തെ വിശുദ്ധ മന്ദിരത്തെ നശിപ്പിക്കുന്നത് AD 70 സംഭവിച്ചു. അവന്റെ അവസാനം ഒരു പ്രളയത്തോടെ ആയിരിക്കും. അവസാനത്തോളം യുദ്ധമുണ്ടാകും. ശൂന്യങ്ങൾ നിർണയിക്കപ്പെട്ടിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് അവൻ ഒരാഴ്ചവട്ടത്തേക്ക് പലരോട് നിയമത്തെ കഠിനമാക്കുമെന്ന് എഴുതിയിരിക്കുന്നത്. ഇത് അന്ത്യക്രിസ്തുവിനെ പറ്റി. അപ്പം ഈ 62 ആഴ്ചവട്ടം കഴിഞ്ഞിട്ട് 483 വർഷം കഴിഞ്ഞിട്ട് പ്രവചനത്തിന്റെ ക്ലോക്ക് നിൽക്കുകയാണ്. പിന്നീട് ഈ പ്രവചനത്തിന്റെ ക്ലോക്ക് വീണ്ടും ടിക്ക് ചെയ്ത് തുടങ്ങുന്നത് ഇവിടാണ്. അവൻ ഒരാഴ്ചവട്ടത്തേക്ക് പലരും നിയമത്തെ കഴിയും. ഇത് അന്ത്യക്രിസ്തുവിനെ പറ്റിയാണ് പറയുന്നത്. അപ്പൊ ഇതിന്റെ ഇടയിലുള്ളതാണ് കൃപായുഗം അല്ലെങ്കിൽ ചർച്ച് ഏജ് എന്ന് നമ്മൾ പറയുന്നത്. അത് 2000 വർഷത്തോളം ഉണ്ടെന്ന് പറയുന്നു. അപ്പൊ അതിന്റെ കൃത്യമായ ഡേറ്റ് അറിയത്തില്ല. അത് കഴിഞ്ഞ് റാപ്ചർ ചെയ്ത് കഴിഞ്ഞിട്ട് അന്ത്യക്രിസ്തുവിന്റെ വരവോടെ വീണ്ടും ഈ പ്രവചനത്തിന്റെ ക്ലോക്ക് ടിക്ക് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അവൻ ഒരാഴ്ചവട്ടത്തേക്ക് പലരെയും, ഈ ഒരാഴ്ചവട്ടം എന്ന് പറയുന്നത് 7 വർഷത്തിന്റെ കണക്കാണ്. ഇവിടാണ് ഇസ്രായേലിന്റെ ക്യാപ്റ്റിവിറ്റി. ഇവിടെ 431 വർഷവും 49 വർഷവും കൂടെ ക്ലബ് ചെയ്ത് പറയുന്നത്. അതായത് ഇവിടുത്തെ കമാൻഡ്മെന്റ് ജെറുസലേമിനെ പുതുക്കി പണിയാനുള്ള ഒരു കൽപ്പന പുറപ്പെടുന്ന അന്ന് മുതൽ 7ഉം 62ന്റെയും ആഴ്ചവട്ടം, അതായത് 49, 434 ഇയറിന്റെ ഒരു ഇത് തീരുന്ന അന്ന് മശിഹ കട്ട് ഓഫ് ആകുന്നു. അത് കഴിഞ്ഞ് കൃപായുഗമാണ്. പിന്നീട് ശേഷിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരാഴ്ചവട്ടം, അതായത് 7 വർഷമാണ്. ഈ 7 വർഷമാണെന്നുള്ള വേറെ അനേക സ്ഥലത്ത് ഇത് മനസ്സിലാകാം. ഈ ഡാനിയൽസ് ടൈം ലൈൻ എന്നുള്ള ദൈവം അനുസരിച്ച് കഴിഞ്ഞാൽ വീണ്ടും ഒരു പ്രാവശ്യം എടുക്കാമെന്ന് വിചാരിക്കുന്നത്. ഇപ്പൊ ഇതിന്റെ ക്ലാസ്സിന്റെ ഈ സബ്ജക്റ്റുമായിട്ട് റിലേറ്റഡ് ആയതുകൊണ്ട് മാത്രം ഇപ്പം പറഞ്ഞു പോവുകയാണ്. ടോട്ടൽ 490 വർഷങ്ങളാണ്. അതിനകത്ത് ആദ്യത്തെ 49 വർഷത്തിന്റെ ഒരു ബ്രേക്കപ്പ്, പിന്നീട് 62 ആഴ്ചയുടെ ബ്രേക്കപ്പ്, അതായത് 62 × 7 434. ഇത് 434 വർഷം തികയുന്ന യെരുശലേമിൽ യേശുക്രിസ്തു കഴുതപ്പുറത്ത് വരുന്നു. അത് കഴിഞ്ഞ് 4ാമത്തെ ദിവസം കൊല്ലപ്പെടുന്നു. അത് കഴിഞ്ഞിട്ട് ഒരാഴ്ചവട്ടം, അതായത് 490 തികയണമെങ്കിൽ ഒരാഴ്ച, ടോട്ടൽ 483 ആയിട്ടുണ്ട്. അതിനകത്ത് ഒരാഴ്ചവട്ടം എന്ന് പറയുന്നതാണ് അവസാനത്തെ. ഇത് ഫ്യൂച്ചർ ട്രിബുലേഷൻ പീരീഡ് ആണ്. ഈ ട്രിബുലേഷൻ പീരീഡ് ശരിക്കും മനസ്സിലായി. ഈ ട്രിബുലേഷൻ പീരീഡ് ആർക്ക് വേണ്ടിയാണെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത് പറഞ്ഞത്. നിന്റെ ജനത്തിനും വിശുദ്ധ നഗരത്തിനും 70 ആഴ്ചവട്ടം നിയമിച്ചിരിക്കുന്നത്. അതായത് ഈ 70 ആഴ്ചവട്ടത്തിന്റെ തുടക്കത്തിൽ യേശുക്രിസ്തുവിന്റെ സഭയില്ല, അന്ത്യത്തിൽ സഭയില്ല. സഭ ഇവിടുന്ന് മാറ്റപ്പെട്ട് കഴിഞ്ഞിട്ടാണ്. ഇത് പല ആൾക്കാർക്കും ഈ ഒരു പ്രവചനത്തെ പറ്റി അറിവില്ലായ്മകൊണ്ടാണ് ഇത് തെറ്റായിട്ട് ഇതിനെ ഇത് ചെയ്യുന്നത്. ഇത് യഹൂദന് വേണ്ടിയാണെന്നുള്ളത് തെളിയിക്കാൻ വേണ്ടിയാണ് ഇത് പറഞ്ഞത്. ദൈവം അനുവദിച്ചു കഴിഞ്ഞാൽ ഈ ഡാനിയൽസ് ടൈം ലൈൻ എന്താണെന്ന് ഒരു മണിക്കൂറിൽ ഇതിനെപ്പറ്റി എടുക്കേണ്ടി വരും. അത് പിന്നീട് ഒരു പ്രാവശ്യം നമുക്ക് ഡിസ്കസ് ചെയ്യാൻ ദൈവം അനുവദിച്ചു കഴിഞ്ഞാൽ. അതുപോലെ തന്നെ 7 വർഷത്തിന്റെ മഹോദരവകാലത്ത് 7 വർഷത്തിന്റെ അവസാനത്തെ ദിവസമാണ് നമുക്കറിയാം യേശുക്രിസ്തു വരുന്നത്. യേശുക്രിസ്തു വന്ന് അന്ത്യക്രിസ്തുവിനെ ഒടുക്കിക്കളയാണ്. യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ആ നാളും നാഴികയും സംബന്ധിച്ചു എന്റെ പിതാവ് മാത്രമല്ല, അത് സ്വർഗത്തിലെ ദൂതന്മാര് പോലും അറിയും. ദൂതന്മാരും പുത്രൻ, അതായത് യേശുക്രിസ്തുവിന് സ്വയമായിട്ട് പോലും അറിയുന്നില്ലെന്നാണ് ആ നാളും നാഴികയും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ പറയാ ഈ യേശുക്രിസ്തു 7ാമത്തെ വർഷത്തിന്റെ അവസാനമാണെന്ന് പറയുമ്പോൾ തന്നെ അവിടെ വെച്ച് തന്നെ ഈ മിഡ് ട്രിബുലേഷൻ റാപ്ചറും അവിടെ വെച്ച് തന്നെ പൊട്ടിപ്പോവുകയാണ്. മിഡ് ട്രിബുലേഷൻ നമുക്ക്, അതായത് യേശുക്രിസ്തു പോലും അറിയുന്നില്ലെന്ന് പറയുന്നതിന് എങ്ങനെയാണ് നമുക്ക് അറിയാവുന്നതെന്ന് പറയുന്നത്. ഇത് 7 വർഷമാണ് ഈ സംഭവം എന്നുള്ളത് അനേക സ്ഥലത്തുണ്ട്, 7 സ്ഥലത്തേലും ഉണ്ട്. അപ്പം ഇത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാമെന്നുള്ളത് വളരെ വ്യക്തമാണ്.
അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ടും എത്ര ദിവസം കൊണ്ടാണ് യേശുക്രിസ്തു രാജ്യം സ്ഥാപിക്കുന്നതെന്നും ഒക്കെ വളരെ വ്യക്തമായിട്ടുണ്ട്. ദാനിയേൽ പ്രവചനത്തിന്റെ അവസാന 12-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നു, നിരന്തര ഹോമം നിർത്തലാക്കുകയും ശൂന്യമാക്കുന്ന മ്ലേച്ഛബിംബത്തെ പ്രതിഷ്ഠിക്കുകയും ചെയ്യുന്ന കാലം മുതൽ 1290 ദിവസം ചെല്ലും. 1335 ദിവസത്തോളം കാത്ത് ജീവിച്ചിരിക്കുന്ന 1335 ദിവസമാണ്, ഞാൻ തെറ്റായിട്ട് ടൈപ്പ് ചെയ്ത ദിവസം കാത്ത് ജീവിച്ചിരിക്കുന്നവർ ഭാഗ്യവാൻ. നീ അവസാനം, അതായത് 1260 ദിവസമാണ് 3.5 വർഷം, അതായത് യഹൂദന്റെ കലണ്ടർ അനുസരിച്ച് 3.5 വർഷം. അത് കഴിഞ്ഞിട്ട് 30 ദിവസം കൂടെ കൂടുമ്പോൾ 1290. ഇത് 30 ദിവസത്തെ ന്യായവിധിയും 1335. അത് കഴിഞ്ഞ് 45 ദിവസം കൊണ്ട് യേശു ക്രിസ്തു ഇവിടെ രാജ്യം സ്ഥാപിക്കുകയാണ്. ഇത്രയെല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഉള്ളപ്പോൾ യേശുക്രിസ്തു ആ നാളും നാഴിയും സംബന്ധിച്ചു എന്റെ പിതാവും പുത്രൻ അല്ലാതെ ദൂതന്മാരും അല്ലാതെ പുത്രൻ അറിയുന്നില്ലെന്ന് പറയുമ്പോൾ തന്നെ ഇത് മനസ്സിലാക്കണം, ഇത് തെറ്റായ ഒരു പഠിപ്പീരാണെന്ന് മനസ്സിലാക്കാം. അതായത് ട്രിബുലേഷന്റെ അവസാനമാണ് ജീസസ് ഇവിടെ വരുന്നതെന്ന് പറയുന്നതെങ്കിൽ അത് വളരെ തെറ്റാണെന്നുള്ള മനസ്സിലാക്കുക. അതുപോലെ തന്നെ എല്ലാ ക്രിസ്തീയ സഭകളും ഒരുപോലെ അംഗീകരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിയറി ഓഫ് ഇമിനൻസി എന്നാണ് ഇതിന് പറയുന്നത്. അതായത് ഏത് സമയത്ത് വേണേലും സഭ മാറ്റപ്പെടാമെന്നുള്ളത് ഒരുപോലെ അംഗീകരിക്കുന്ന എല്ലാ ക്രിസ്ത്യാനി സഭകളും ഒരുപോലെ അംഗീകരിക്കുക. അതായത് ഈ 7 വർഷത്തിന്റെ തുടക്കം നമുക്കറിയാം, അന്തിക്രിസ്തു ഇവിടെ വന്ന് എഗ്രിമെന്റ് സൈൻ ചെയ്യുന്നതാണ് തുടക്കം എന്നുണ്ടെങ്കിൽ 7 വർഷം വേണ്ട. നമുക്കറിയാം വലതുവശത്തെ കള്ളൻ എങ്ങനെയാണ് രക്ഷിക്കപ്പെട്ടത്. അവൻ ചെയ്ത രണ്ട് ഗുണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ സൽപ്രവർത്തിയും ചെയ്തില്ല, മാമോദിസായ ഒന്നും മുങ്ങിയില്ല. എന്നിട്ട് എങ്ങനെയാണ് അവൻ രക്ഷപ്പെട്ടത്? നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലോ, ന്യായമായിട്ട് ശിക്ഷ അനുഭവിക്കുന്നു, നാം പ്രവർത്തിച്ചത് യോഗ്യം. അതായത് അവനവൻ തെറ്റുകാരനാണെന്ന് മനസ്സിലാക്കി യേശുവെ നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർത്തുകൊള്ളണമേ എന്ന് പറഞ്ഞു. അതായത് യേശു മഷിഹ ആണെന്നും തിരിച്ചറിഞ്ഞ് 2 ഏറ്റവും ബേസിക് ക്വാളിഫിക്കേഷൻ ആയിട്ട് 2 കാര്യങ്ങൾ മാത്രം മതി. അതായത് 7 കൊല്ലമൊന്നും വേണ്ട, അതിന് അരമണിക്കൂർ മതിയെന്നാണ് ഇത് കാണിച്ചിരിക്കുന്നത്. അതായത് നമ്മൾ പലരും നമ്മുടെ വിചാരം ഇത് കാര്യങ്ങളൊക്കെ അടുത്ത് വരുമ്പോൾ നമുക്ക് വലതുവശത്തെ കള്ളനെ പോലെ അങ്ങ് രക്ഷിക്കപ്പെടാനോ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് കെണി പോലെ വരുമെന്നാണ്. കെണിക്കകത്ത് ഉൾപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് നടക്കുകയില്ല. അതായത് ഇമിനൻസി തിയറി ഒരിക്കലും ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റുകയില്ല. പോസ്റ്റ് ട്രിബുലേഷൻ റാപ്ചറുകാരെ സംബന്ധിച്ചിടത്തോളം ഇമിനൻസി തിയറി ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റുക എന്ന് പറയാൻ വേണ്ടിയാണ് ഈ പോയിന്റ് ഉദ്ദേശിച്ചത്. അതുപോലെ തന്നെ വേറൊരു കഴിഞ്ഞ പ്രാവശ്യം പഠിച്ചതാണ്, യേശുക്രിസ്തു പത്രോസിന് സഭയ്ക്ക് കൊടുത്തൊരു വാഗ്ദത്തം എന്ന് പറയുന്നത്, നമുക്ക് നീ പത്രോസ് ആകുന്നു, ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കില്ല ഞാൻ നിന്നു പറയുന്നു. നമുക്കറിയാം അന്തിക്രിസ്തു കയറി വരുന്നത് പാതാളത്തിൽ നിന്ന്. അന്തിക്രിസ്തു അതായത് സഭ ഇവിടെ ഉള്ളിടത്തോളം കാലം പാതാളത്തിൽ നിന്ന് അന്തിക്രിസ്തുവിന് സഭയെ ജയിക്കാൻ പറ്റുകയില്ലെന്നുള്ള വാഗ്ദത്തമുണ്ട്. പക്ഷെ നമുക്ക് വെളിപാട് പുസ്തകത്തിനും ദാനിയേലിനകത്തും വായിച്ചു കഴിഞ്ഞാൽ വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്യാനും അവരെ ജയിപ്പാനും അതിന് അധികാരം ലഭിച്ചു. അതായത് അന്തിക്രിസ്തു ഇവിടെ ഉള്ളപ്പോൾ സഭയെ, അതായത് അന്തിക്രിസ്തു കൊല്ലുകയാണ്, ക്രിസ്ത്യാനികളെ മുഴുവൻ കൊന്നൊടുക്കുകയാണ്. അതായത് അപ്പോൾ യേശുക്രിസ്തു പറഞ്ഞ വചനം കോൺട്രാഡിക്ടറി ആയിപ്പോകും. അതുപോലെ വയോധികനായവൻ വന്നു അത്യുന്നതനായവന്റെ വിശുദ്ധന്മാർക്ക് ന്യായാധിപത്യം നൽകുകയും വിശുദ്ധന്മാർക്ക് രാജ്യത്വം കൈവശമാകുന്ന കാലം വരികയോളം ചെയ്യുന്നു. ആ കൊമ്പ് വിശുദ്ധന്മാരുടെ യുദ്ധം ചെയ്ത് അവരെ ജയിക്കുന്നത് ഞാൻ കണ്ടു. ഈ കൊമ്പെന്നുള്ളത് അന്തിക്രിസ്തുവിനാണ്. 2 ഇടത്ത് പറയുന്നുണ്ട്. അന്തിക്രിസ്തു വിശുദ്ധന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രിബുലേഷൻ സെയിൻസ് ആണ്. ട്രിബുലേഷന്റെ സമയത്ത് അനേക ആൾക്കാരെ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുകയും അവരിൽ പലരും കൊല്ലപ്പെടുകയാണ്. അതായത് സഭ ഇവിടെ നിലനിൽക്കെ പാതാള ഗോപുരങ്ങൾ ജയിക്കുകയില്ലെന്ന് യേശുക്രിസ്തു ഓൾറെഡി മുന്നമേ പറഞ്ഞിട്ടുണ്ട്. അതായത് സഭ മാറ്റപ്പെടാതെ നടക്കുകയെന്നുള്ളത് വളരെ വ്യക്തമാണ്. അതുപോലെ തന്നെ റീസ്ട്രെയിനർ ഷുഡ് ബി റിമൂവ്ഡ് ഫസ്റ്റ്. എന്താണ് റീസ്ട്രെയിനർ എന്നുള്ള കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കണ്ടു. തടുക്കുന്നവൻ വഴിയിൽ നിന്ന് നീങ്ങിപ്പോകണം. ആദ്യം ആരാണ് തടുക്കുന്നതെന്നുള്ളത് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞ പ്രാവശ്യം ഡിസ്കസ് ചെയ്തു. നമ്മൾ പറഞ്ഞു പരിശുദ്ധാത്മാവാണെന്ന് ഒരു കൂട്ടർ പറയുന്നു, ഒരു കൂട്ടർ പറയുന്നില്ല സഭയാണെന്ന് പറയുന്നു. എന്താണെങ്കിലും ഈ സംഭവം, അതായത് ഒന്നുകിൽ പരിശുദ്ധാത്മാവ് സഭയുമായിട്ട് ഇവിടുന്ന് കടന്നു പോകണം, അല്ലെ സഭ ഇവിടുന്ന് കടന്നു പോകാതെ അധർമ്മമൂർത്തിയാകുന്നവൻ വെളിപ്പെടുന്നതിന് മുൻപേ ഇത് നടന്നിരിക്കണമെന്നുള്ളത് വളരെ വ്യക്തമാണ്. അതുപോലെ തന്നെ കുറച്ച് വൈരുദ്ധ്യമായിട്ടുള്ള ദൈവവചനങ്ങൾ നമുക്ക് പഠിക്കാം. യേശുക്രിസ്തു ഇവിടെ വരുമ്പോൾ നമ്മൾ രൂപാന്തരം പ്രാപിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അതേസമയം സെക്കൻഡ് കമ്മിങ്ങിന് എന്ന് പറഞ്ഞാൽ രൂപാന്തരം പ്രാപിക്കുമെന്നല്ല, ഗോഡ്സിന്റെയും ഷീപ്സിന്റെ ജഡ്ജ്മെന്റ് ആണ്. വലതുവശത്തോട്ടും ഇടതുവശത്തോട്ടും മാറി നിർത്തുകയാണ്, അല്ലാതെ അവിടെ രൂപാന്തരം എങ്ങും പ്രാപിക്കുന്നില്ല. അതുപോലെ തന്നെ ഒരിടത്ത് ഏറ്റവും സമാധാനപരമായ ഒരു സന്ദർഭത്തിലാണ് മനുഷ്യപുത്രന്റെ വെളിപ്പെടുന്ന ആളിൽ ആ വണ്ണം തന്നെ എന്താണ് വിവാഹം കഴിച്ചു, വിവാഹം കൊടുത്തും അങ്ങനെ എല്ലാവരും
നോഹയുടെ കാലം സംഭവിച്ചല്ലോ, മനുഷ്യപുത്രന്റെ നാളുണ്ട്. നോഹ പെട്ടകത്തിൽ കടന്ന നാൾ വരെ അവർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും ഒക്കെ പോകുന്നു, ഒന്നും അറിയില്ല. അതേസമയം രണ്ടാമത്തെ വരവിന്റെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ സൂര്യനും ചന്ദ്രനിലും നക്ഷത്രങ്ങളും ലക്ഷ്യങ്ങളും ഉണ്ടാകും. കടലിന്റെ വെള്ളത്തിന്റെ മുഴക്കം നിമിത്തം ഭൂമിയിലെ ജാതികൾക്ക് നിരാശയോടുകൂടി പരിഭ്രമം ഉണ്ടാകും. ആകാശത്തിന്റെ ശക്തികൾ ഇളകി പോകുന്നതിനാൽ ഭൂതലത്തിൽ എന്ത് ഭവിക്കാൻ പോകുന്നതെന്ന് പേടിച്ച് നോക്കിപ്പാർത്തുകൊണ്ട് മനുഷ്യർ നിർജീവന്മാരാകും. അപ്പോൾ മനുഷ്യപുത്രൻ ശക്തിയോടും മഹാതേജസ്സോടും മേഘത്തിൽ വരുന്നത് അവർ കാണും. എന്ത് വ്യത്യാസമാണ്! ഒരിടത്ത് സമാധാനം, ഒരിടത്ത് വലിയ ഡിസ്ട്രക്ഷൻ. അതുപോലെ തന്നെ ഒരിടത്ത് നോക്കി പാർത്തിരിക്കുന്നവരെ വേണ്ടിയാണ് വരുന്നത്. അതായത് സോ ക്രൈസ്റ്റ് ഹാവിംഗ് ബീൻ ഓഫേർഡ് വൺസ് ടു ബിയർ ദ സിൻസ് ഓഫ് മെനി വിൽ അപ്പിയർ എ സെക്കൻഡ് ടൈം നോട്ട് ടു ഡീൽ വിത്ത് സിൻ ബട്ട് ടു സേവ് ദോസ് ഹു ആർ ഈഗർലി വെയിറ്റ്. അതായത് വെയിറ്റ് ചെയ്യുന്നവർക്ക് വേണ്ടിയാണ് ഒരിടത്ത് വരുന്നെങ്കിൽ ഒരിടത്ത് വരുന്നത് എന്താ? ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു, ഏത് കണ്ണും അവനെ കുത്തി തുളച്ചവരും. ഏത് കണ്ണും എന്ന് പറഞ്ഞാൽ അന്ന് ലോകത്ത് താമസിക്കുന്ന എല്ലാവരും അവനെ കുത്തി തുളച്ചവർ എന്ന് പറഞ്ഞാൽ യഹൂദനും അവനെ കാണും. ഭൂമിയിലെ ഗോത്രങ്ങളൊക്കെയും അവനെ ചൊല്ലി വിലപിക്കും. എന്നാലോചിച്ച് നോക്കി. അതായത് യേശുക്രിസ്തുവിനെ വരുന്ന കണ്ട് ഒരിടത്ത് സന്തോഷം, ഒരിടത്ത് വിലാപം നടക്കുകയാണ്. അതാണ് അതിനകത്തെ കോൺട്രാഡിക്ഷൻ. ഒരിടത്ത് നമ്മള് മേഘങ്ങൾ എടുക്കപ്പെടുന്ന നാം അവനോട് ഒരുമിച്ച് ആകാശത്തിൽ എതിരേൽക്കുവാൻ മേഘങ്ങൾ എടുക്കപ്പെടുന്നെങ്കിൽ ഒരിടത്ത് എന്നാൽ യഹോവ പുറപ്പെട്ട് താൻ യുദ്ധ ദിവസത്തിൽ പൊരുതുന്നത് പോലെ ആ ജാതികളോട് പൊരുതും. അന്നാളിൽ അവന്റെ കാൽ യെരൂശലേമിന്റെ കിഴക്കുള്ള ഒലിവുമലയിൽ നിൽക്കും. ഒരിടത്ത് ദൈവം മേഘങ്ങളോട്ട് എടുക്കപ്പെടുന്നു, ഒരിടത്ത് ഒലിവുമലയിൽ വരുന്നു. ഒരിടത്ത് ഞാൻ ഇരിക്കുന്ന ഇടത്തേക്ക് നിങ്ങളെ ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങൾ എന്റെ അടുത്ത് ചേർന്ന്. അതായത് ഒരിടത്ത് സഭയെ ചേർക്കാൻ വരുന്നു. ഇപ്പുറത്ത് വായിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ? ജാതികളെ വെട്ടുവാൻ അവന്റെ വായിൽ നിന്ന് മൂർച്ചയുള്ള വാൾ പുറപ്പെടുത്ത് രക്തം തളിച്ച് ഉടുപ്പ്. അങ്ങനെ ഇതൊരു യുദ്ധത്തിന് വേണ്ടി വരുന്ന വരവാ. ഒരിടത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്നേഹവാനായ ക്രിസ്തു, ഒരിടത്ത് യുദ്ധത്തിന് വേണ്ടി ചുറ്റുമുള്ള ജാതികളോട് യുദ്ധം ചെയ്യാൻ വേണ്ടി വരുന്ന ഒരു വരവാണിത്. അതുപോലെ തന്നെ ഒരിടത്ത് നമ്മൾ പറഞ്ഞു ആ കാലം എപ്പോഴെന്ന് നിങ്ങൾ അറിയായതുകൊണ്ട് സൂക്ഷിച്ചുകൊള്ളുവിൻ, ഉണർന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. മറ്റേ സ്ഥലത്ത് നമ്മൾ കണ്ടു അതിന്റെ ആവശ്യമൊന്നുമില്ല, എല്ലാം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അന്തിക്രിസ്തുവിന്റെ കവനന്റ് സൈൻ ചെയ്ത് കഴിഞ്ഞ് എത്ര ദിവസത്തിനുള്ളിൽ യേശുക്രിസ്തു വരുമെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് അറിയാം. അന്നേരം പിന്നെ ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ചേരാത്ത വചനങ്ങളാണ്. ഒരിടത്ത് സമാധാനമാണെങ്കിൽ ഒരിടത്ത് ഡിസ്ട്രക്ഷനാണ്. അന്ന് രണ്ടുപേർ വയലിരിക്കും, ഒരുതനെ കൈക്കൊള്ളും, മറ്റവനെ ഉപേക്ഷിക്കും. രണ്ടുപേർ തിരികൾ. ഇതൊക്കെ സമാധാനത്തിന്റെ അന്തരീക്ഷമാണ്. അതേസമയം എങ്കിലും ആ കാലത്തെ കഷ്ടം കഴിഞ്ഞ ശേഷം സൂര്യൻ ഇരുണ്ടുപോകുന്നു, അങ്ങനെ പല പ്രശ്നങ്ങൾ നടക്കുമ്പോഴാണ് മേഘത്തിൽ വരുന്നത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും സമാധാനമുള്ള അന്തരീക്ഷം. ഇതെല്ലാം സെക്കൻഡ് കമ്മിങ്ങിനെ പറ്റി, ഞാനിത് വായിച്ചു പോകുന്നില്ല, സെക്കൻഡ് കമ്മിങ്ങിനെ പറ്റിയാണ്. ഞാനിപ്പോ ഏകദേശം എനിക്കൊന്ന് 22 പോയിന്റുകൾ പറഞ്ഞു. പലപ്പോഴും പക്ഷെ നമ്മളിത് പഠിക്കാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സഭ പഠിപ്പിച്ചിട്ടില്ല എന്നുള്ള ഒരു കാരണം കൊണ്ടാണ് പലപ്പോഴും നമ്മളിത് പഠിക്കാതിരിക്കുന്നത്. അത് ഒരു വളരെ തെറ്റായ ഒരു ധാരണയാണ്. ഞാനിത് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞാണ്, ഒന്നിനും കൂടെ ഡിസ്കസ് ചെയ്തു പോകാൻ ആഗ്രഹിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 24-ലും മറ്റും നമുക്കറിയാം ഇത് യഹൂദനോട് പറഞ്ഞിരിക്കുന്നതാണ്. അതായത് അതുകൊണ്ടാണ് പ്രേ ദാറ്റ് ഇറ്റ് ഷുഡ് നോട്ട് ഹാപ്പൻ ടു ഓൺ ശാബത്ത്. അതായത് ശാബത്ത്, ക്രിസ്ത്യാനികൾ ശാബത്ത് നോക്കുന്നില്ലെന്നറിയാം. ഇത് യഹൂദന് കൊടുത്തിരിക്കുന്ന കൽപ്പനയാണ്. ഇത് നമുക്ക് വേണ്ടിയാണെന്ന് തെറ്റിദ്ധരിക്കരുത്. ഇത് യഹൂദന് കൊടുത്ത, അതായത് നിങ്ങൾ ഓടിപ്പോവാന്നൊക്കെ പറഞ്ഞ യഹൂദനോടാണ്. ഇന്ന് പലരും വിചാരിക്കുന്ന ഒരു ബ്രദർ ജോൺ ഡാർബി എന്നുള്ള ഒരു ബ്രദർ ഗ്രൂപ്പിലുള്ള ഒരാളായിരുന്നു ഇത് ഈ റാപ്ചർ തിയറി കൊണ്ടുവന്നതെന്നൊക്കെയാണ് തെറ്റായ പഠിപ്പിക്കുന്നത്. റാപ്ചർ തിയറി അദ്ദേഹം ഇതിനെ പ്രൊമോട്ട് ചെയ്തെന്നേ ഉള്ളൂ. ഇതിന് അനേക നൂറ്റാണ്ടുകൾക്ക് മുൻപേ തന്നെ ജ്ഞാനായക്കാർ വന്ന എഡേസ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് ഉണ്ടായിരുന്ന നമ്മുടെ 5-ാം തുബ്ദേനിൽ വായിക്കുന്ന വിശുദ്ധനായ മാർ എഫ്രേം ഇതിനെപ്പറ്റി വളരെ നൂറ്റാണ്ടുകൾക്ക് മുന്നേ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ 1995-ല് ഗ്രാൻഡ് ജെഫ്രി എന്നുള്ള പ്രവചക പണ്ഡിതനാണ് അദ്ദേഹത്തിന്റെ സിറിയക് ലാംഗ്വേജിലുള്ള എല്ലാം ഇംഗ്ലീഷിലോട്ട് പകർത്തിയപ്പോഴാണ് ഇദ്ദേഹം ഇതിനെപ്പറ്റി വളരെ നൂറ്റാണ്ടുകൾക്ക് മുൻപേ തന്നെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നെന്ന് കഴിഞ്ഞ പ്രാവശ്യം ഇത് വായിച്ചാണ്. ഒന്നുകൂടെ ഞാനൊന്ന് വായിക്കാം. ഓൾ ദ സെയിൻസ് ആൻഡ് ദ എലക്ട് ഓഫ് ഗോഡ് ആർ ഗ്യാതേർഡ് ടുഗദർ ബിഫോർ ദ ട്രിബുലേഷൻ which is to come and are taken to the Lord in order that they may not see at any time the confusion which overwhelms the world because of our sin. ഇത് മാർ എഫ്രേം ഇദ്ദേഹം അനേക നൂറ്റാണ്ടുകൾക്ക് മുൻപേ തന്നെ ഇത് എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ പലപ്പോഴും നമ്മുടെ വിചാരം ഇതൊക്കെ ബൈബിളിൽ നിന്ന് വായിച്ചത് പോരാഞ്ഞിട്ട് ഇത് നമ്മുടെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ പലപ്പോഴും ഇത് നമ്മൾ ബൈബിളിൽ നിന്ന് വായിക്കുന്നതിനേക്കാളും കൂടുതൽ വിശ്വസിക്കുന്നത് നമ്മുടെ തിരുമേനി അച്ഛന്മാരും ഒക്കെ പറയുമ്പോൾ ഓക്കെ നമ്മുടെ പാരമ്പര്യത്തെ മുറുകെ പിടിച്ചു, അതിന് തെറ്റൊന്നുമില്ല. പക്ഷെ ബൈബിൾ എപ്പോഴും ശരിയാണെന്ന് ഓർത്തണം. അത് തന്നെയല്ല, ഇത് പുതിയൊരു തിയറി ആണെന്ന് ഒരിക്കലും തെറ്റിദ്ധരിക്കില്ല. നിങ്ങൾക്ക് സ്വയം പരിശോധിച്ച് നോക്കാം. അതുപോലെ തന്നെ ഇത് പുതിയ തിയറി ആയതുകൊണ്ട് തെറ്റാകണം നിർബന്ധമില്ല. എന്ന് ചോദിച്ചാൽ ബൈബിൾ എന്താണ് പറയുന്നത്? യഹോവയായ കർത്താവ് പ്രവാചകന്മാരായ തന്റെ ദാസന്മാർക്ക് തന്റെ രഹസ്യം വെളിപ്പെടുത്താതെ ഒരു കാര്യവും ചെയ്യുകയില്ല. ഇത് നമുക്കറിയാം. ഇതൊരു പ്രോഗ്രസീവ് റെവലേഷൻ ആണ്.
ദൈവത്തിന്റെ എല്ലാ കാര്യങ്ങളും അത് തക്ക സമയത്തിന് മുൻപേ ദൈവം വെളിപ്പെടുത്തുകയാണ്. നമുക്കറിയാം, അബ്രഹാമിന്റെ ഒന്നും കാലത്ത് യേശുക്രിസ്തുവിനെ പറ്റി പറഞ്ഞെങ്കിലും നമുക്കിന്ന് അറിയാവുന്ന അത്രയും കാര്യങ്ങളൊന്നും പഴയ നിയമത്തിലെ ആൾക്കാർ അറിയത്തില്ലായിരുന്നു. അതൊക്കെ ഓരോ പ്രോഗ്രസീവ് റെവലേഷൻ ആണ്. അപ്പൊ ഇത് സമയങ്ങൾ അടുക്കുന്ന, അതുപോലെ തന്നെ വെളിപാട് പുസ്തകം എന്ന് പറയുന്ന ഒരു കാര്യം നമുക്ക് ഒന്ന് വായിച്ചാൽ ഒരു കാലത്ത് മനസ്സിലാകത്തില്ലായിരുന്നു. പക്ഷെ ഇസ്രായേലിന്റെ തിരിച്ചുവരവോടുകൂടി അനേക കാര്യങ്ങൾ ഇന്ന് വെളിപാട് പുസ്തകത്തിൽ, അതായത് സംഭവങ്ങൾ നടക്കുന്നതിന് മുൻപ് സകല കാര്യങ്ങളും തെളിഞ്ഞു വരണം. ഇത് ദാനിയേലിന്റെ പുസ്തകത്തിൽ ഇത് തന്നെ എഴുതിയിട്ടുണ്ട്. ദാനിയേലിന് അനേക പ്രവചനങ്ങളൊക്കെ കൊടുത്തിട്ട് ദാനിയേലിനോട് പറയുന്നതാണ്, നീയോ ദാനിയേലെ അന്ത്യകാലം വരെ ഈ വചനങ്ങളെ അടച്ച് പുസ്തകത്തിന് മുദ്രയിടുക, പലരും അതിനെ പരിശോധിക്കുകയും ജ്ഞാനം വർദ്ധിപ്പിക്കുകയും ചെയ്യും. അതായത് ഈ പ്രവചനങ്ങൾ മുഴുവൻ അതേസമയം വെളിപാട് പുസ്തകത്തിന് മുദ്രയിടരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ് മുദ്രയിടുക എന്ന് പറഞ്ഞാൽ അത് മനസ്സിലാകത്തില്ലെന്ന് പറയുന്നതിന്റെ സിംബോളിക്കായിട്ട് പറയുന്നതാണ് മുദ്രയിടുക. ദാനിയേലിന്റെ പ്രവചനം കഴിഞ്ഞ 200 വർഷം മുന്നേ വരെ ഇതിനെപ്പറ്റി കൂടുതൽ അറിയത്തില്ലായിരുന്നു. പിന്നീട് ഈ ഡാനിയൽസ് ടൈം ലൈൻ ഒക്കെ കണ്ടുപിടിച്ചത് അന്ത്യകാലത്താണ്. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്, നീയോ ദാനിയേലെ അന്ത്യകാലം വരെ ഈ വചനങ്ങളെ അടച്ച് പുസ്തകത്തിന് മുദ്രയിടുക, പലരും അതിനെ പരിശോധിക്കുകയും ജ്ഞാനം വർദ്ധിപ്പിക്കുകയും ചെയ്യും. ദാനിയേൽ ചോദിക്കുകയാണ്, ഈ അതിശയ കാര്യങ്ങളുടെ അവസാനം എപ്പോൾ വരുമെന്ന് ദാനിയേൽ ചോദിച്ചപ്പോൾ അതിന്റെ ഉത്തരമായിട്ട്, ഞാൻ കേട്ടു എങ്കിലും ഗ്രഹിച്ചില്ല. ദാനിയേലിന് മനസ്സിലായി. ആകയാൽ ഞാൻ യജമാനെ ഈ കാര്യങ്ങളുടെ അവസാനം എന്തായിരിക്കും എന്ന് ചോദിച്ചു. അതിന് അവൻ ഉത്തരം പറഞ്ഞു, ദാനിയേലെ പൊയ്ക്കൊള്ളുക, ഈ വചനങ്ങൾ അന്ത്യകാലത്തേക്ക് അടച്ചും മുദ്രയിട്ടും ഇരിക്കുന്നു. ഈ റാപ്ചറും അന്ത്യക്രിസ്തുവിന്റെ എല്ലാ കാര്യങ്ങളും ദാനിയേലിനകത്ത് വളരെ വ്യക്തമായിട്ട് സൂചനകളുണ്ട്. ഇതെല്ലാം അന്ത്യകാലത്ത് മാത്രമേ മനസ്സിലാക്കുകയുള്ളൂ എന്നുള്ളത് ബൈബിൾ തന്നെ പറയുന്നു. പലരും തങ്ങളെ ശുദ്ധീകരിച്ച് നിർമ്മലീകരിച്ച് ശോധന കഴിക്കും. ദുഷ്ടന്മാരോ ദുഷ്ടത പ്രവർത്തിക്കും. ദുഷ്ടന്മാരിൽ ആരും അത് തിരിച്ചറിയില്ല, ബുദ്ധിമാന്മാർ മാത്രം ഗ്രഹിക്കും. വളരെ വ്യക്തമായിട്ട് ദൈവവചനം നമ്മളെ ഓർപ്പിക്കുന്നു. ഈ ബൈബിളിലെ എല്ലാ പുസ്തകങ്ങളും നമ്മൾ പഠിച്ചില്ലെങ്കിൽ നമ്മൾ പലപ്പോഴും ഈ റാപ്ചർ വിശ്വസിക്കാതെ അതിനകത്ത് ഉൾപ്പെടാതെ കടന്നു പോകേണ്ട ഒരു ദിവസം വരും. പാരമ്പര്യത്തെ മുറുകെ പിടിക്കണം, അത് തെറ്റല്ല. പക്ഷെ എല്ലാത്തിനും മുൻപിലായിട്ട് ദൈവവചനമാണ് എന്ന് ഓർക്കുക. പൗലോസ് പറഞ്ഞിരിക്കുന്നത് വായിക്കാം. ഹോൾഡ് ദ ട്രഡീഷൻസ് വിച്ച് യു ഹാവ് ബീൻ ടോട്ട് വെദർ ബൈ വേർഡ് ഓർ അവർ എപ്പിസ്റ്റൽ. അതായത് ഞങ്ങൾ പഠിപ്പിച്ചതും ബൈബിളിലുള്ള കാര്യങ്ങൾ മാത്രമേ മുറുകെ പിടിക്കാവുള്ളൂ. നമ്മുടെ സാൽവേഷന്റെ ക്വസ്റ്റ്യൻ വരുമ്പോൾ ബൈബിളിനെ തന്നെ പരിശോധിച്ച് നോക്കുക. നാട്ടുകാർ പറയുന്നതല്ല നമ്മൾ വിശ്വസിക്കേണ്ടത്. അതുപോലെ തന്നെ ബൈബിൾ പറയുന്നത്, ഞാൻ നിങ്ങളോട് കൽപ്പിക്കുകയോ വചനത്തോട് കൂട്ടുകയോ അതിൽ നിന്ന് കുറയ്ക്കുകയോ ചെയ്യരുതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞാലും ഇത് അനേക ആൾക്കാർ ഇതിനെ പുച്ഛിച്ച് തള്ളുമെന്നുള്ളത് വളരെ ഉറപ്പാണ്. അതുകൊണ്ടാണ് യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്നത്, നോഹയുടെ കാലത്ത് സംഭവിച്ച പോലെ സംഭവിക്കും. അതായത് ജലപ്രളയം വന്ന് എല്ലാവരെയും മുടിച്ചു കളയുന്നിടം വരെ ആരും അറിയത്തില്ലെന്ന് പറഞ്ഞു. ഇത്ര നോഹ അന്ന് പ്രസംഗിച്ച് നടന്ന പോലെ ഇന്ന് അനേക ഈ പ്രവചന പുസ്തകങ്ങൾ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ആൾക്കാരെ വ്യക്തമായിട്ട് പുച്ഛിച്ച് തള്ളുമെന്നുള്ള വളരെ വ്യക്തമാണ്. വളരെ ഒരു ചെറിയ ശേഷിപ്പ് മാത്രമേ ഇത് റാപ്ചറിനകത്തൂടെ കടന്നു പോവുകയുള്ളൂ. അന്നും ഈ മഹോദരകാലത്ത് ഒരുപക്ഷെ നമുക്കിവിടെ പള്ളിയും കാര്യങ്ങളും ഒക്കെ കാണും. അന്നും അർത്ഥമറിയാതെ ഒരുപക്ഷെ നമ്മൾ ഈ പാട്ട് ഉറക്കപ്പാടി, യജമാനൻ വരുമന്നേരത്തുണർവുള്ളോരായി, എന്തിനാണ് ഈ പാട്ടെന്ന് പാടുന്നെന്ന് പോലും അറിയാൻ മേലാതെ പലപ്പോഴും നമ്മൾ അവിടെ നിന്ന് ഈ പാട്ടും പാടും. നമ്മൾ ഈ കെണി പോലെ നമുക്കിത് വന്ന് പയിക്കുകയും ചെയ്യും. ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ നമുക്കൊന്ന് സമ്മറൈസ് ചെയ്യാം. നമ്മൾ കണ്ടു, റൈച്ചിയസും വിക്കഡുമായിട്ടുള്ള ആൾക്കാരെ ദൈവം ഒരു കാലത്ത് ഒന്നിച്ച് വിധിച്ചിട്ടില്ല. നമുക്ക് ഒന്നിച്ച് വിധിക്കത്തില്ലെന്നുള്ള ദൈവം റൈറ്റിംഗ് തന്നിട്ടുണ്ട്. ലോത്തിന്റെ കാലത്തിന്റെ എക്സാമ്പിൾ നമ്മൾ കണ്ടു. അതുപോലെ തന്നെ ആസ് ഇൻ ദ ഡേയ്സ് ഓഫ് നോഹ, അതായത് ഹാനോക്ക് റാപ്ചർ ചെയ്യപ്പെട്ടു, ലോത്തിനെ ഈ കഷ്ടതകളിൽ നിന്ന് വെളിയിൽ കൊണ്ടുവന്നു. അങ്ങനെ തന്നെ സംഭവിച്ചിരിക്കണം. യേശുക്രിസ്തുവിന്റെ രക്തത്താൽ കഴുകി വെടുപ്പാകാൻ മേലാത്ത യാതൊരുവിധ പാപങ്ങളുമില്ല. നമ്മൾ അന്ത്യക്രിസ്തുവിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട യാതൊരു കാര്യമില്ലെന്നുള്ള വചനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലായി. ബ്രൈഡ്, അതായത് നോക്കി പാർത്തിരിക്കുന്ന ബ്രൈഡ് ട്രിബുലേഷനിൽ കൂടെ കടന്നു പോകുന്നതിന്റെ ഉദ്ദേശം എന്തെന്ന് അതിന് യാതൊരു ബിബ്ലിക്കൽ ബാക്ക്ഗ്രൗണ്ടും ഇല്ലെന്ന് നമ്മൾ കണ്ടു. പർപ്പസ് ഓഫ് ട്രിബുലേഷൻ, എന്താണ് ട്രിബുലേഷന്റെ പർപ്പസ് എന്ന് നമ്മൾ കണ്ടു. അതായത് എർത്ത് ഡെലിവേഴ്സിനും യഹൂദന്റെ മാനസാന്തരത്തിനും വേണ്ടിയാണ് ഈ ട്രിബുലേഷൻ എന്നുള്ള ആദ്യമേ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പകുതി കൺഫ്യൂഷൻ അവിടെ തന്നെ മാറിക്കിട്ടും. അതുപോലെ തന്നെ ഈ വരാൻ പോകുന്ന 7 കൊല്ലത്തെ മഹോദരകാലത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി അനേക വചനങ്ങൾ യേശുക്രിസ്തു തന്നെ പറഞ്ഞിട്ടുണ്ട്. ആ വചനങ്ങൾക്കെല്ലാം എതിരായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമില്ലെന്ന് മനസ്സിലാക്കുക. ഇത്രയും നമ്മൾ കണ്ടു. ഏകദേശം 50% ജനങ്ങൾ മരിച്ചു പോകുന്നു. അതുകൂടാതെ മരണത്തിന്റെ സംഖ്യ രേഖപ്പെടുത്താതെ അനേക കഷ്ടങ്ങളുണ്ട്. അപ്പൊ ഇത്രയും കഷ്ടതകൾ കൂടെ കടന്നു പോയിട്ട് പിന്നീട് ആ ബ്ലസ്സഡ് ഹോപ്പിന് അതിന് മീനിങ് ഇല്ലെന്ന് നമ്മൾ മനസ്സിലാക്കി.
ജീസസ് തന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് വരുവാൻ പോകുന്ന ക്രോധത്തെ ഒഴിഞ്ഞു പോകുക എന്നുള്ളത്. അതുപോലെ നമ്മൾ കണ്ടു ചർച്ച് എന്നുള്ള വേർഡ് ട്രിബുലേഷൻ നടക്കുന്ന ഒരു ഭാഗത്തും രേഖപ്പെടുത്തിയിട്ടില്ല. അതായത് വെളിപാട് പുസ്തകത്തിന്റെ 4-ാം അധ്യായം മുതൽ 19 വരെ ചർച്ച് മിസ്സിംഗ് ആണ്. അത് കഴിഞ്ഞിട്ടാണ്, അതായത് ഈ ട്രിബുലേഷൻ കഴിഞ്ഞിട്ടാണ് ചർച്ച് വീണ്ടും തിരിച്ചു വരുന്നത്. അത് ഈ ട്രിബുലേഷൻ നടക്കുന്ന സമയത്ത് മണവാട്ടി സ്വർഗത്തിൽ കാണപ്പെട്ടതായിട്ട് നമ്മൾ കണ്ടു. അതുപോലെ മെനോര, അതായത് 7 വിളക്കുകൾ സ്വർഗത്തിൽ കാണപ്പെടുന്നതായിട്ട് നമ്മൾ കണ്ടു. ആദ്യം ഇത് പത്മോസ് ദ്വീപിൽ വെച്ച് യോഹന്നാൻ കണ്ട മെനോര പിന്നീട് കണ്ടത് ദൈവത്തിന്റെ സിംഹാസനത്തിന്റെ മുൻപിലാണെന്ന് നമ്മൾ കണ്ടു. അതിനു മുൻപേ തന്നെ, അതായത് ട്രിബുലേഷൻ തുടങ്ങുന്നതിന് മുൻപേ തന്നെ മെനോര സ്വർഗത്തിൽ കണ്ടതായിട്ട് നമ്മൾ കണ്ടു. അതുപോലെ നമ്മൾ കണ്ടു 10 വെർജിൻസിന്റെ ബുദ്ധിയുള്ള കന്യകമാരുടെ പാരബിളുമായിട്ട് പോസ്റ്റ് ട്രിബുലേഷൻ റാപ്ചർ ഒത്തുപോകുന്നില്ലെന്ന് നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ ഒലിവ് മലയിൽ വരുമ്പോൾ ബ്രൈഡ് കൂട്ടത്തിൽ വരണമെങ്കിൽ, അതായത് വിശുദ്ധന്മാർ കൂട്ടത്തിൽ വരണമെന്നുണ്ടെങ്കിൽ, ദൈവത്തിന്റെ കൂടെ കൂട്ടത്തിൽ വരണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ട് പോകുക എന്നുള്ളത് ആദ്യം സംഭവിക്കണമെന്നുള്ളത് നമ്മൾ കണ്ടു. ട്രിബുലേഷന്റെ സമയത്ത് അവിടെ മാരേജ് സപ്പർ അവിടെ നടക്കുന്നതായിട്ട് നമ്മൾ കണ്ടു. ജഡ്ജ്മെന്റ് സീറ്റും സ്വർഗത്തിൽ അരങ്ങേറിയതായിട്ട് നമ്മൾ കണ്ടു. അതുപോലെ തന്നെ സഭയെ പ്രതിനിധീകരിക്കുന്ന 24 മൂപ്പന്മാരും സ്വർഗത്തിൽ ഓൾറെഡി സ്ക്രോൾ പൊട്ടിക്കുന്നതിന് മുമ്പേ അവിടെ, അതായത് അന്തിക്രിസ്തുവിന്റെ ആദ്യത്തെ മുദ്ര പൊട്ടിക്കുന്നതിന് മുൻപേ തന്നെ 24 മൂപ്പന്മാരെ സ്വർഗത്തിൽ കണ്ടതായിട്ട് വചനം വ്യക്തമായിട്ട് പറയുന്നു. അതുപോലെ നമ്മൾ കണ്ടു യേശുക്രിസ്തുവിന്റെ 2ാമത്തെ വരവെന്ന് പറയുന്നു കഴിഞ്ഞാൽ കണ്ടീഷണൽ വരവാണ്. അതായത് യഹൂദൻ റിപ്പന്റ് ചെയ്യുകയും യേശുക്രിസ്തുവിനെ അംഗീകരിക്കുന്നതിന് മുമ്പേ യേശുക്രിസ്തു വരികയെന്നുള്ള യേശുക്രിസ്തു തന്നെ ഇസ്രായേൽ ആസ് എ കോർപ്പറേറ്റ് ആയിട്ട് അവര് യേശുക്രിസ്തുവിനെ അംഗീകരിക്കാതെ, അതായത് അക്നോളജ് ചെയ്യാതെ അത് യേശുക്രിസ്തു വരിക എന്നുള്ളത് നമ്മൾ കണ്ടു. റാപ്ചർ നോൺ കണ്ടീഷണൽ ആണ്, കള്ളനെ പോലെ വരും. അതുപോലെ തന്നെ യേശുക്രിസ്തുവിന്റെ വരവ് 7 വർഷത്തിന്റെ അന്ത്യത്തിലാണെങ്കിൽ നിനയാത്ത നാഴിയിൽ മനുഷ്യപുത്രൻ വരുമെന്നുള്ള യേശുക്രിസ്തുവിന്റെ എമിനൻസി തിയറിക്ക് യാതൊരു വിലയുമില്ലെന്ന്, അത് ആപ്ലിക്കബിൾ അല്ലെന്നും, അതുപോലെ തന്നെ ആ ഡേറ്റ് നമുക്ക് അതായത് യേശുക്രിസ്തു പറഞ്ഞു പിതാവല്ലാതെ പുത്രനും മാലാഖമാരും അറിയുന്നില്ല ഡേറ്റ്, നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ പറ്റത്തില്ലെന്ന് നമ്മൾ കണ്ടു. അതുപോലെ തന്നെ എമിനൻസി തിയറിക്കും അതിന് യാതൊരു വിലയുമില്ലെന്ന് കണ്ടു. അതുപോലെ നമ്മൾ കണ്ടു യേശുക്രിസ്തു പത്രോസിന് കൊടുത്ത വാഗ്ദത്തം നമ്മൾ കണ്ടു. അതായത് ഗേറ്റ്സ് ഓഫ് ദ ഹെൽ വിൽ നോട്ട് പ്രിവെയിൽ, ആ വചനത്തിന് ഇവിടെ വിലയില്ലാതാകുകയാണ്. അതുപോലെ തടുക്കുന്നവൻ വഴിയിൽ നിന്ന് നീങ്ങിപ്പോവുക നമ്മൾ കണ്ടു. മണവാട്ടി ഓൾറെഡി സ്വർഗത്തിൽ വെച്ച് അതിന്റെ ന്യായവിധിയും റിവാർഡും എല്ലാം കളക്ട് ചെയ്യുന്നതായിട്ട് കണ്ടു. ഇതിനെല്ലാം ശേഷം ഇത് നമ്മുടെ പൂർവികന്മാര് പഠിപ്പിച്ചിട്ടില്ലെന്നുള്ള വ്യർത്ഥമായ ഒരു തോട്ടുണ്ട്, അതും നമ്മൾ കണ്ടു. അത് വ്യർത്ഥമായ തോട്ടാണ്. മാർ എഫ്രൈം ഇതിനെപ്പറ്റി അനേകം നൂറ്റാണ്ടുകൾക്ക് മുൻപേ തന്നെ പഠിപ്പിച്ചിട്ടുണ്ടെന്നും ഇത് പഠിപ്പിച്ചില്ല എന്നുള്ള ഒരു കാരണത്താൽ നമുക്കിത് തള്ളിക്കളയാൻ കഴിയുകയില്ലെന്നും ദാനിയേലിന്റെ പ്രവചനത്തിനകത്ത് നമ്മൾ കണ്ടു. അന്ത്യകാലത്ത് പരിജ്ഞാനം വർദ്ധിക്കണമെന്നുള്ളത് പ്രവചനമാണെന്ന് നമ്മൾ കണ്ടു. യേശുക്രിസ്തു നമ്മളോട് പറഞ്ഞു നിങ്ങളുടെ വിശ്വാസം പോലെ നിങ്ങൾക്ക് ഭവിക്കും. അതായത് നിങ്ങൾ വിശ്വസിക്കുന്നു, നിങ്ങൾ റാപ്ചറിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, ദൈവവചനം എല്ലാം പഠിച്ചു കഴിയുമ്പോൾ റാപ്ചറിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ റാപ്ചറിൽ എടുക്കപ്പെടും. നമ്മുടെ വിശ്വാസം എങ്ങനെയോ അങ്ങനെ തന്നെയാണ് നമുക്ക് സംഭവിക്കുന്നത്. അതാണ് വേറൊരു 10 പറയുന്നത്, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. നമ്മുടെ വിശ്വാസം റാപ്ചറിൽ നമ്മൾ എടുക്കപ്പെടുമെന്നുണ്ടെങ്കിൽ അതിന് പാറപ്പുറത്ത് വീട് പണിതവനെ പോലെ നമുക്ക് വചനത്തിൽ വിശ്വാസം ഉണ്ടെങ്കിൽ നമ്മൾ റാപ്ചറിൽ എടുക്കപ്പെടും 100%. നമ്മൾ കണ്ടു ഇതൊരു ബാങ്ക്രപ്റ്റ് ആയിട്ടുള്ള പോസ്റ്റ് ട്രിബുലേഷൻ റാപ്ചർ എന്നുള്ളത് ഒരു ബാങ്ക്രപ്റ്റ് ആയിട്ടുള്ള തിയറി ആണെന്ന് നമ്മൾ കണ്ടു. When it comes to the question of your salvation, trust no one but God and His word. ബൈബിളിനെ മാത്രം വിശ്വസിക്കുക, ബൈബിളിൽ കൂടെ തന്നെ ഇതിനെ അന്വേഷിച്ച് പഠിക്കുക. ഞാൻ പറഞ്ഞത് പഠിക്കേണ്ട, ഞാനൊരു തോട്ട് പ്രോസസ്സ് മാത്രം ഇട്ട് തന്ന് നിങ്ങൾ ഇതിനെപ്പറ്റി കൂടുതൽ ചിന്തിക്കുക. ദൈവം അനുവദിച്ചു കഴിഞ്ഞാൽ റാപ്ചറിന്റെ സമയത്ത് വീണ്ടും നിങ്ങളെ കാണാം. റാപ്ചർ നടന്നില്ലെങ്കിൽ ഇനിയും അടുത്ത കുറച്ച് ഇതുപോലുള്ള 70th വീക്ക്, ഡാനിയലിന്റെ 70th വീക്കും മറ്റുമായിട്ട് വീണ്ടും നിങ്ങളെ കണ്ടുമുട്ടുന്നിടം വരെ ഗുഡ് ബൈ. താങ്ക് യു.